നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വളരെ വാർത്താസമ്പന്നമായ ഒരു ദിനത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതെല്ലാം വളരെ വിശദമായി ഇനിയുള്ള 1.5 മണിക്കൂറിൽ നമ്മൾ പരിശോധിക്കും. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതിന് നേട്ടമുണ്ടാകുന്നു, അതുപോലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങൾ ഒക്കെ വളരെ വിശദമായി നമ്മൾ പരിശോധിക്കും. ഇനിയുള്ള 1.5 മണിക്കൂറിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള BJP സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയായിരിക്കുന്നു. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയും ആറ്റിങ്ങലിൽ V മുരളീധരനും മത്സരിക്കാൻ പോകുന്നു. അതുമായി ബന്ധപ്പെട്ട സീറ്റുകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. കൊയിലാണ്ടിയിലെ CPIM നേതാവ് PV സത്യനാഥന്റെ കൊലപാതകം അത് വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു. അതിൻ്റെയൊക്കെ തുടർ വാർത്തകൾ നമുക്ക് പരിശോധിക്കണം. സ്വാഗതം ഗുഡ് ആഫ്റ്റർനൂണിലേക്ക്. ആദ്യം തലക്കെട്ടുകളാണ്, ഹെഡ്ലൈൻസ് ആണ്. ഹെഡ്ലൈൻസുമായി ഞങ്ങളുടെ പ്രതിനിധികൾ റിപ്പോർട്ടർമാർ തയ്യാറാണ്. ഹെഡ്ലൈൻസിലേക്ക് ആദ്യം. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതിന് നേട്ടം. UDF-ൽ നിന്ന് 4 സീറ്റും BJP-യിൽ നിന്ന് 3 സീറ്റും പിടിച്ചെടുത്തു. എറണാകുളം നെടുമ്പാശ്ശേരിയിൽ ഭരണം ഇനി LDF-ന്. തിരുവനന്തപുരം കോർപ്പറേഷൻ വെള്ളർ വാർഡും ഒറ്റശേഖരമംഗലവും BJP-യിൽ നിന്ന് പിടിച്ചെടുത്തു. 2 സിറ്റിംഗ് സീറ്റുകളിൽ ഇടതിന് തോൽവി. മട്ടന്നൂർ നഗരസഭയിൽ UDF സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത BJP-യുടെ അട്ടിമറി. തെരഞ്ഞെടുപ്പ് നടന്ന 23 സീറ്റുകളിൽ LDF-ഉം UDF-ഉം 10 സീറ്റുകൾ വീതവും. BJP-ക്ക് 3 വിജയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള BJP സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയായി. തൃശൂരിൽ സുരേഷ് ഗോപിയും ആറ്റിങ്ങലിൽ V മുരളീധരനും മത്സരിക്കും. വയനാട്ടിൽ ശോഭാ സുരേന്ദ്രനും സാധ്യത. BJP മുൻ അധ്യക്ഷൻ PK കൃഷ്ണദാസ് കാസർഗോഡും AP അബ്ദുള്ളക്കുട്ടി മലപ്പുറത്തും സ്ഥാനാർത്ഥികളാകും. MT രമേശും C കൃഷ്ണകുമാറും പരിഗണനയിൽ. കേന്ദ്ര നേതൃത്വത്തിന് ഇന്നു പട്ടിക കൈമാറും. പ്രചാരണ ഗാന വിവാദത്തിൽ നടപടിയെടുക്കാത്തതിലെ അതൃപ്തി K സുരേന്ദ്രൻ നേതൃത്വത്തെ അറിയിക്കും. കൊയിലാണ്ടിയിലെ CPIM നേതാവ് PV സത്യനാഥിന്റെ കൊലപാതകം വ്യക്തിവൈരാഗ്യത്തെ തുടർന്നെന്ന് നിഗമനം. കസ്റ്റഡിയിലായ അഭിലാഷിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. കൊലപാതകത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടില്ല എന്ന് കോഴിക്കോട് റൂറൽ SP. മരണത്തിന് കാരണമായത് കഴുത്തിലെയും നെഞ്ചിലെയും ആഴമേറിയ മുറിവുകൾ എന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. ബ്ലഡ് നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് വണ്ടിയിൽ കയറ്റി, വണ്ടി ഇവിടെ അടുത്ത് തന്നെ വീടായതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ പുറത്തേക്ക് ഇറക്കി. അതിനകത്ത് 2-3 പേര് വേറെ കയറി നമ്മൾ പെട്ടെന്ന് തന്നെ കൊണ്ടുവരുന്നുണ്ട്. ശരിക്കും ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ടാവും ഇവിടുന്ന് ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം. പ്രതിയെ തെറ്റായ നിലപാടുകളെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് നേരത്തെ പുറത്താക്കിയതെന്ന് MV ഗോവിന്ദൻ. 3ാം സീറ്റ് നൽകിയില്ലെങ്കിൽ UDF യോഗം ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കാൻ മുസ്ലിം ലീഗ്. സീറ്റിന് വേണ്ടി ആരുടെ മുന്നിലും യാചിക്കുകയല്ലെന്ന് PMA സലാം. വേറെ ഏതെങ്കിലും പാർട്ടി സീറ്റിന് വേണ്ടി യാചിച്ചു നിൽക്കലുമില്ല. ചർച്ച ചെയ്ത് ഞങ്ങൾ തീരുമാനിക്കലാണ്. ആ തീരുമാനം വരുന്നവരെ ഒരു പരിധി ഉണ്ടാവുമല്ലോ, അതുവരെ കാത്തു നിൽക്കണം മുസ്ലിം ലീഗ്, സ്വാഭാവികം. പൊന്നാനിയിൽ KS ഹംസ LDF സ്ഥാനാർത്ഥിയായതോടെ വിജയം എളുപ്പമായെന്ന ലീഗ് ജനറൽ സെക്രട്ടറി. പത്തനംതിട്ടയിൽ ഇത്തവണ ശബരിമലയ്ക്ക് പകരം മണിപ്പൂർ ചർച്ചയാകുമെന്ന് LDF സ്ഥാനാർത്ഥി TM തോമസ് ഐസക്. ചാലക്കുടി മണ്ഡലം സേഫ് എന്ന് ബെന്നി ബെഹന്നാൻ. മലപ്പുറം എടവണ്ണപ്പാറയിലെ 17-കാരിയുടെ മരണത്തിൽ പ്രതിയായ കരാട്ട മാസ്റ്റർക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തൽ. പ്രായപൂർത്തിയാകാത്ത നിരവധി പെൺകുട്ടികൾക്ക് നേരെ സിദ്ദിഖ് അലി ലൈംഗികാതിക്രമം നടത്തിയിട്ടുണ്ടെന്ന് മുൻപ് പരാതി നൽകിയ പെൺകുട്ടി. സിദ്ദിഖ് അലി സാറിൻ്റെ ഭാഗത്തുള്ള വക്കീൽ ഇപ്പച്ചനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പച്ചനോട് പറഞ്ഞു, നിങ്ങളുടെ മകൾ പുറത്ത് പഠിക്കുന്നതാണ്, ഇവൻ്റെ സിദ്ദിഖ് അലിൻ്റെ മകൻ വളർന്നു വരുന്നൊരു കുട്ടിയാണ്, പുറത്ത് പഠിക്കാൻ പോയി വീട്ടിലേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ പറയാൻ പറ്റൂല എന്ന് പറഞ്ഞു പനം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പരാതി പിൻവലിച്ചത് ഭീഷണി കാരണമെന്നും വെളിപ്പെടുത്തൽ. യുവകർഷകന്റെ മരണത്തിൽ രാജ്യവ്യാപക പ്രതിഷേധവുമായി കർഷകർ. ഇന്ന് കരിദിനം. കൊല്ലപ്പെട്ട കർഷകന്റെ മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഹരിയാന പോലീസിനെതിരെ കൊലപാതക കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന് ആവശ്യം. കർഷക നേതാക്കൾക്കെതിരെ ദേശീയ സുരക്ഷാ നിയമം ചുമത്തി കേസെടുത്ത നടപടിയിൽ നിന്ന് പിന്മാറി ഹരിയാന പോലീസ്. യുവകർഷകന്റെ കുടുംബത്തിന് 1 കോടി രൂപ ധനസഹായവുമായി പഞ്ചാബ് സർക്കാർ. ഭരണ തുടർച്ച ഏത് പാർട്ടിക്കും അപജയമുണ്ടാക്കുമെന്ന് K സച്ചിദാനന്ദൻ. മുഖ്യമന്ത്രിയായാലും മന്ത്രിമാരായാലും ജനാധിപത്യ മര്യാദകൾ പാലിക്കണം. സാഹിത്യ അക്കാദമി വിവാദത്തിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പരസ്യ വിമർശനം അനാവശ്യം. പ്രതികരണം മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണോ എന്ന് അറിയില്ലെന്നും പ്രതികരണം. K സച്ചിദാനന്ദന്റെ വിമർശനം ഫയറിംഗ് ലൈൻ വിത്ത് ഗോപികൃഷ്ണൻ എന്ന പരിപാടിയിൽ. കായംകുളത്ത് KSRTC ബസ്സിന് തീപിടിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് ഗതാഗത വകുപ്പ് മന്ത്രി. ഓടിക്കൊണ്ടിരിക്കെ തീപിടിച്ചത് കരുനാഗപ്പള്ളിയിൽ നിന്നും തോപ്പുംപടിയിലേക്ക് പോയ വെസ്റ്റ് ബ്യൂൾ ബസ്സിന്. അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. ആലുവയിൽ വിദ്യാർത്ഥികളുമായി ബസിന്റെ അപകടയാത്ര. പിൻവശത്തെ ഡോറിന്റെ ചില്ലില്ലാതെ 30 സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബസ് ഓടിയത് 4 ദിവസം. ആലപ്പുഴ കാട്ടൂരിലെ വിദ്യാർത്ഥി ആത്മഹത്യയിൽ 3 അധ്യാപകർക്ക് സസ്പെൻഷൻ. നടപടിയെടുത്തത് ഹോളി ഫാമിലി വിസിറ്റേഷൻ പബ്ലിക് സ്കൂളിലെ അധ്യാപകർക്കെതിരെ. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇന്ന് അധ്യാപകരുടെ മൊഴിയെടുക്കും. പൂക്കോട് വെറ്റിനറി കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിയുടെ മരണത്തിൽ 12 വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ.
നടപടി 24 വാർത്തയ്ക്ക് പിന്നാലെ. അതൊക്കെയാണ് തലക്കെട്ടുകളായി ഇടം പിടിക്കുന്നത്. കമന്റ് ബോക്സിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. ആരെയും അന്യരായി കാണാതെ കഴിയാവുന്നത്ര കമന്റുകൾ വായിക്കാൻ ശ്രമിക്കണേ എന്നുള്ള അഭിപ്രായം രേഖപ്പെടുത്തുന്നവരുണ്ട്. തീർച്ചയായും പ്രേക്ഷകർ മൊത്തമുള്ളൊരു വാർത്താ യാത്രയാണിത്. അവരുടെ പ്രതികരണങ്ങൾ കൂടി നമ്മൾ ഉൾപ്പെടുത്തി അതിലൂടെയായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ കടക്കുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ ഇടതിന് തിളക്കം. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന് നേട്ടം. UDF-ൽ നിന്ന് 4 സീറ്റും BJP-യിൽ നിന്ന് 3 സീറ്റും LDF പിടിച്ചെടുത്തു. തെരഞ്ഞെടുപ്പ് നടന്ന 23 സീറ്റിൽ LDF-ഉം UDF-ഉം 10 സീറ്റുകൾ വീതം നേടിയപ്പോൾ BJP 3 വിജയിച്ചു. നെടുമ്പാശ്ശേരി 17-ാം വാർഡിൽ ഇടത് സ്ഥാനാർത്ഥി ജയിച്ചതോടെ പഞ്ചായത്ത് ഭരണവും UDF-ൽ നിന്ന് LDF പിടിച്ചെടുത്തിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ വെള്ളാർ വാർഡിലും ഒറ്റശേഖരമംഗലം പഞ്ചായത്തിലെ വാർഡും BJP-യിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. മട്ടന്നൂർ നഗരസഭയിൽ UDF സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത് BJP അട്ടിമറി വിജയവും നേടിയിരിക്കുകയാണ്. സലീം മാലിക് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലീം, ഈ തെരഞ്ഞെടുപ്പ് ഫലം മൊത്തത്തിൽ നോക്കുമ്പോൾ ഇടതിന് നേട്ടം എന്ന് വിലയിരുത്താൻ കഴിയുന്നുണ്ട്. ഓരോ സ്ഥലത്തെയും ഫലത്തെ എങ്ങനെ കാണണം സലീം? രജിത്ത്, ഉറപ്പായും 23 വാർഡുകൾ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്നത്. അത് 1 ഒരു കോർപ്പറേഷൻ വാർഡ്, 4 മുനിസിപ്പാലിറ്റി വാർഡ്, 18 ഗ്രാമപഞ്ചായത്ത് വാർഡ്, ഇങ്ങനെയായിരുന്നു മത്സരം നടന്നത്. ഇതിൽ 10 വീതം സീറ്റുകളിൽ LDF-ഉം UDF-ഉം 3 സീറ്റിൽ BJP-യും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പൊതുചിത്രം. പക്ഷേ അത് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ LDF-ന് വലിയ നേട്ടമുണ്ടായി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം നേരത്തെ ചിത്രം ഈ 23-ൽ 13 UDF എന്നുള്ളതായിരുന്നു. 5 വീതം LDF-ഉം BJP-യും എന്നുള്ള ചിത്രത്തിൽ നിന്നാണ് 5-ൽ നിന്ന് ഇരട്ടിയിലേക്ക് LDF കുതിച്ചുയർന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, പല പ്രധാനപ്പെട്ട സീറ്റുകളിലും BJP കുത്തകയായി വെച്ചിരുന്ന പല സീറ്റുകൾ ഉൾപ്പെടെയുള്ള സീറ്റുകളിലാണ് LDF വിജയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയിലെ പ്രധാനപ്പെട്ട ഒരു വാർഡിൽ, വെള്ളറ വാർഡിൽ BJP-യിൽ നിന്ന് പിടിച്ചെടുത്തു എന്നുള്ളത് കൂടിയാകുന്നതോടുകൂടി വിജയത്തിന് ഒരു ഇരട്ടി മധുരമുണ്ട് എന്നുള്ളതിലും സംശയമില്ല. മാത്രമല്ല, നെടുമ്പാശ്ശേരി പഞ്ചായത്തിലെ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തോടുകൂടി ഭരണം പിടിക്കാനും LDF-ന് കഴിഞ്ഞിട്ടുണ്ട്. UDF ഭരിച്ചുകൊണ്ടിരുന്ന വാർഡിൽ UDF-ന്റെ സിറ്റിംഗ് സീറ്റിൽ വിജയിച്ചതോടുകൂടിയാണ് LDF നെടുമ്പാശ്ശേരി പഞ്ചായത്തിന്റെ ഭരണം തിരിച്ചുപിടിച്ചത്. അങ്ങനെ ആ നിലയിൽ LDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടം ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായിട്ടുണ്ട്. അതേസമയം 2 സിറ്റിംഗ് സീറ്റുകൾ LDF-ന് നഷ്ടമാവുകയും ചെയ്തു. ആ 2 സിറ്റിംഗ് സീറ്റുകൾക്ക് പകരം 7 സീറ്റുകൾ വിജയിച്ചതോടുകൂടിയാണ് LDF-ന് ഈ വലിയ നേട്ടമുണ്ടായത്. UDF-ൽ നിന്നാണ് 4 സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുത്തത്. BJP-യിൽ നിന്ന് 3 സിറ്റിംഗ് സീറ്റുകളും പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ നിലയിൽ നേട്ടമുണ്ടാകുമ്പോൾ UDF-നെ സംബന്ധിച്ചിടത്തോളം 13-ൽ നിന്ന് 10 ചുരുങ്ങുന്ന ഒരു സാഹചര്യം, ഒരു പഞ്ചായത്തിന്റെ ഭരണം നഷ്ടപ്പെട്ടത് ഉൾപ്പെടെയുള്ള കാര്യം മുൻപിലുണ്ട്. അതിനിടെ UDF-ന് ആശ്വാസമാകുന്നത് മൂന്നാർ പഞ്ചായത്തിൽ നിന്ന് UDF-ൽ നിന്ന് പോയി പാർട്ടി വിട്ട് LDF-നൊപ്പം ചേർന്നതിനെ തുടർന്ന് 2 അംഗങ്ങളെ അയോഗ്യരാക്കിയിരുന്നു. ആ 2 മൂന്നാർ പഞ്ചായത്തിൽ നടന്ന അയോഗ്യരാക്കിയ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചതോടുകൂടി ആ പഞ്ചായത്തിന്റെ ഭരണം ഉൾപ്പെടെ നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളൊരു വലിയ ആശ്വാസം UDF-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. BJP-യെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം നഗരസഭയിലെ വെള്ളറ വാർഡിലെ പരാജയം വലിയ തിരിച്ചടിയായി മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ മട്ടന്നൂർ നഗരസഭയിൽ അട്ടിമറി വിജയത്തിലൂടെ UDF-ന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത് മട്ടന്നൂർ നഗരസഭയിൽ ആദ്യമായി BJP-യുടെ ഒരു പ്രതിനിധി വിജയിക്കുന്നു എന്നൊരു സാഹചര്യമുണ്ടായി. അത് വലിയ ആശ്വാസമാണ്. അതേസമയം 5 സീറ്റിൽ നിന്ന് 3 BJP-യുടേത് ചുരുങ്ങി എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടന്ന തെരഞ്ഞെടുപ്പ് എന്നതുകൊണ്ട് തന്നെ LDF-നെ സംബന്ധിച്ചിടത്തോളം ഈ വിജയം ആത്മവിശ്വാസം പകരുകയും ചെയ്യും. റിജിത്ത്. ശരി, സലീം മാലിക് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. നെടുമ്പാശ്ശേരി പഞ്ചായത്തിലെ 14-ാം വാർഡ് LDF പിടിച്ചെടുത്തതോടെ UDF-ന് ഭൂരിപക്ഷം നഷ്ടമായിരിക്കുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന്റെ അർച്ചന NS 98 വോട്ടുകൾക്കാണ് വിജയിച്ചത്. റിപ്പോർട്ട് കാണാം. UDF-നെ കൈവിട്ട് നെടുമ്പാശ്ശേരി. 19 അംഗങ്ങളുണ്ടായിരുന്ന പഞ്ചായത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികൾക്കും 9 സീറ്റായിരുന്നു ലഭിച്ചത്. തുടർന്ന് കോൺഗ്രസ് വിമതനായ സ്വതന്ത്രന് പ്രസിഡന്റ് സ്ഥാനം നൽകി UDF പഞ്ചായത്ത് ഭരിക്കുകയായിരുന്നു. അതിനിടെ വൈസ് പ്രസിഡന്റായ സന്ധ്യ നാരായണപിള്ള നേതൃത്വവുമായി ഇടഞ്ഞ് വൈസ് പ്രസിഡന്റ് സ്ഥാനവും പഞ്ചായത്ത് അംഗത്വവും രാജിവെച്ചു. ഇതിനെ തുടർന്നായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. വാശിയേറിയ മത്സരത്തിൽ UDF സ്ഥാനാർത്ഥിയെ 98 വോട്ടുകൾക്കാണ് LDF സ്ഥാനാർത്ഥി അർച്ചന പരാജയപ്പെടുത്തിയത്. വളരെയധികം സന്തോഷം, അഭിമാനം ഒക്കെ തോന്നുന്നുണ്ട്. കാരണം എത്രയേറെ ആൾക്കാർ ഒരു പ്രതീക്ഷയോട് നോക്കി കാണുന്ന ഒരു ഭരണ മാറ്റമാണ് ഇവിടെ ഉള്ളത്.
അപ്പോൾ ഈ അവസരത്തിൽ എനിക്ക് വോട്ട് ചെയ്ത ആൾക്കാരോട് എപ്പോഴും നന്ദി പറയുക മാത്രമല്ല, അവർക്ക് വേണ്ടിയിട്ട് ഏതൊരു കാര്യവും സത്യസന്ധമായിട്ട് രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. ഇതോടെ LDF അംഗബലം 10ആയി, UDFന് 9. ഭൂരിപക്ഷം കിട്ടിയതോടെ LDFന്റെ നേതൃത്വത്തിൽ പുതിയ ഭരണസമിതി ഉടൻ ചുമതലയേൽക്കും. 24 കൊച്ചി. കമന്റ് ബോക്സിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. ജോസ്ഫിൻ ജോസഫിനെ പോലുള്ള, ആമിന എസിനെ പോലുള്ള, അഞ്ജനയെ പോലുള്ള, സുധീഷ് BK പോലുള്ള, ലെനീഷ് ബാബുവിനെ പോലുള്ള പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞുകൊണ്ട് ഈ വാർത്താ യാത്രയ്ക്കൊപ്പം പങ്കുചേരുന്നുണ്ട്. പരമാവധി കമൻറ്റുകൾ വായിക്കാൻ ശ്രമിക്കണേ, അവഗണിക്കരുത് എന്നുള്ള അഭിപ്രായം രേഖപ്പെടുത്തുന്ന പ്രേക്ഷകരുമുണ്ട്. നൌഷാദ് K ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. അതുപോലെ ആഭിഷ് അഷറഫ്, നൌഷാദ് എന്ന് പറയുന്ന പ്രേക്ഷകൻ, അതുപോലെ പ്രവീൺ SE, സിജോ ജോസഫ്, അങ്ങനെ ഒരുപാട് പ്രേക്ഷകർ വിവിധ വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ അറിയിക്കുന്നുണ്ട്. സന്തോഷം. എന്തായാലും എല്ലാവരും ഒപ്പം ചേരുക. ബേലൂർ മക്കിനെ എവിടെ എന്നുള്ള ചോദ്യം ചോദിക്കുന്നവരുണ്ട്. തീർച്ചയായും അതൊക്കെ നമ്മുടെ ഈ 1.5 മണിക്കൂറുള്ള വാർത്തയ്ക്കിടയിൽ അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ നമ്മൾ പറഞ്ഞു പോകും. അടുത്ത റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. കൊയിലാണ്ടിയിലെ അരും കൊല. കൊയിലാണ്ടിയിലെ CPIM നേതാവ് PV സത്യനാഥിന്റെ കൊലപാതകം വ്യക്തിവൈരാഗ്യത്തെ തുടർന്നെന്ന് നിഗമനം. പ്രതിയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. കസ്റ്റഡിയിലുള്ള പ്രതി അഭിലാഷ് കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. കൃത്യം നടന്ന സ്ഥലത്ത് പോലീസ് ഇന്ന് വിശദമായ പരിശോധന നടത്തും. 7 വർഷമായുള്ള വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. സത്യനാഥൻ ക്ഷേത്രത്തിൽ വരുമെന്ന് ഉറപ്പിച്ച ശേഷം മാരകായുധങ്ങളുമായി എത്തി വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് കണ്ടെത്തൽ. പ്രതി അഭിലാഷിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഇതിൽ വ്യക്തത വരും. നിഗമനം തന്നെയാണ്. ഒരാൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്, സസ്പെക്ട് ആണത്. പ്രൈമ ഫേസി ഒരു പേഴ്സണൽ എനിമിറ്റി ആണുള്ളത്. ഇന്നലെ രാത്രി വന്നേ ഉള്ളൂ. അതിന്റെ കാര്യങ്ങൾ ആക്ച്വലി IP കൊയിലാണ്ടിയാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഇപ്പോൾ മൂവ് ചെയ്യുന്നുള്ളൂ. കസ്റ്റഡി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തി കൊണ്ടുപോകും. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് എടച്ചേരി പോലീസ് സ്റ്റേഷനിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. മഴുവും സർജിക്കൽ ബ്ലേഡും ഉപയോഗിച്ചായിരുന്നു പ്രതിയുടെ ആക്രമണം. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും കൊലപാതകം നടന്ന ക്ഷേത്ര പരിസരത്ത് വിശദമായ പരിശോധന നടത്തും. സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്താനാണ് പോലീസിന്റെ നീക്കം. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. സത്യനാഥിന്റെ ശരീരത്തിൽ 6 മുറിവുകളുണ്ടെന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. ഇതിൽ കഴുത്തിലും നെഞ്ചിലുമുള്ള മുറിവുകൾ ആഴമേറിയതാണ്. 24 കോഴിക്കോട്. കൊയിലാണ്ടിയിൽ കൊല്ലപ്പെട്ട CPIM നേതാവ് PV സത്യനാഥിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. CPIM ജില്ലാ സെക്രട്ടറി P മോഹൻ അടക്കമുള്ള നേതാക്കൾ മൃതദേഹം ഏറ്റുവാങ്ങി. മൃതദേഹം വിലാപയാത്രയായി കൊയിലാണ്ടിയിലേക്ക് എത്തിക്കും. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. രാഹുൽ, പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? പോലീസ് ഇപ്പോൾ വ്യക്തിവൈരാഗ്യം എന്ന നിഗമനത്തിലേക്ക് എത്തുന്നു. അന്വേഷണത്തിന്റെ തുടർ നടപടികൾ, അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളൊക്കെ എങ്ങനെയാണ്? പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് രാഹുൽ? പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ഇപ്പോൾ കുടുംബവും പാർട്ടി നേതൃത്വവും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. നിലവിൽ മൃതദേഹം കൊയിലാണ്ടിയിലേക്ക് കൊണ്ടുപോവുകയാണ്. കൊയിലാണ്ടിയിലെ സത്യനാഥിന്റെ വീട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നിശ്ചയിച്ചിട്ടുള്ളത്. അതിനിടയിൽ വിവിധയിടങ്ങളിൽ പൊതുദർശന ചടങ്ങുകൾ ഉണ്ടാകും. വിലാപയാത്ര കടന്നുപോകുന്ന വിവിധയിടങ്ങളിൽ ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൈകിട്ട് 8 മണിക്ക് സത്യനാഥിന്റെ കൊയിലാണ്ടിയിലെ വീട്ടിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിനു മുമ്പ് വിലാപയാത്രയായി 2 മണിക്ക് വെങ്ങളത്തും, 2:15 തിരുവങ്ങൂര്, 2:30 പൂക്കാട്, 2:45 പൊയിൽക്കാവ്, 3 മണിക്ക് ചെങ്കോട്ടുകാവ് തുടങ്ങി വിവിധയിടങ്ങളിൽ പൊതുദർശനത്തിനുള്ള അവസരമുണ്ട്. അതോടൊപ്പം 3:15 മുതൽ 5 മണി വരെ കൊയിലാണ്ടിയിലെ സെൻട്രൽ LDFന്റെ ഓഫീസിലും പൊതുദർശന ചടങ്ങുകൾ ഉണ്ടായിരിക്കും. നഗരത്തിൽ പൊതുദർശന ചടങ്ങ് നടക്കുന്നത് കൊയിലാണ്ടി സെൻട്രൽ LC ഓഫീസിലാണ്. അതിനുശേഷം 5 മണിയോടുകൂടി സത്യനാഥന്റെ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കും. തുടർന്ന് 3 മണിക്കൂർ 8 മണി വരെ പൊതുദർശന ചടങ്ങുകൾ വീട്ടിലായിരിക്കും നടക്കുക. തുടർന്ന് 8 മണിയോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തിട്ടുള്ള പ്രതിയെ ഇപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നിലവിലെ നിഗമനമനുസരിച്ച് 7 വർഷം മുമ്പുള്ള വ്യക്തിവൈരാഗ്യമാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് എത്തിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനമുള്ളത്. സത്യനാഥൻ ക്ഷേത്രത്തിൽ എത്തുമെന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് മാരകായുധങ്ങളുമായി എത്തിയ ശേഷം കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട്. പ്രതി അഭിലാഷിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരും. അതേസമയം ഈ നാട്ടുകാരുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം, രോഷ ഒക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ട് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലല്ല നിലവിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ഇതിന് സമീപമുള്ള മറ്റൊരു പോലീസ് സ്റ്റേഷനിലാണ് നിലവിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ചോദ്യം ചെയ്യലിനൊടുവിൽ മാത്രമായിരിക്കും ഈ കൊലപാതകം സംബന്ധിച്ച ഒരു വ്യക്തമായ ഒരു തീരുമാനത്തിലേക്ക് എത്തൂ എന്നാണ് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇൻക്വസ്റ്റുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. റീജിത്ത്, അതിൽ സത്യനാഥന്റെ ശരീരത്തിൽ
ശരീരത്തിൽ 5 ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായി. ഇതാണ് മരണത്തിലേക്ക് എത്തിച്ചതെന്ന ഒരു റിപ്പോർട്ട് കൂടി ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്താണെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നതോടെ ഇതിൽ കൂടുതൽ വ്യക്തത വരും. ടി.കെ. ശരി, രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. കോഴിക്കോട്ട് നിന്ന് ജനസമ്മതനായ നേതാവിനെ നഷ്ടപ്പെട്ടതിന്റെ നടുക്കത്തിലാണ് കോഴിക്കോട്ടെ CPIM നേതൃത്വം. ക്രൂരമായ കൊലപാതകത്തിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് പോലീസ് വിശദമായി അന്വേഷിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് നാടിനെ നടുക്കിയ കൊലപാതകം. CPIM കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ സെക്രട്ടറി PV സത്യനാഥിനെ ചെറിയപ്പുറം ക്ഷേത്രോത്സവത്തിനിടെയാണ് ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഉത്സവവുമായി ബന്ധപ്പെട്ട ഗാനമേള നടക്കുന്നതിനിടെ 33-കാരനായ ചെറുവട്ടൂർ സ്വദേശി അഭിലാഷ് കൊലപ്പെടുത്തുകയായിരുന്നു. നടന്നത് മൃഗീയമായ കൊലപാതകമാണെന്നും പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നത് അന്വേഷിക്കണമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. മൃഗീയമായി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആ അർത്ഥത്തിൽ തന്നെയാണ് കൊലപാതകം സംഘടിപ്പിച്ചത്. മുമ്പ് പാർട്ടി മെമ്പറായിരുന്നു. പാർട്ടി ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രീതിയിലുള്ള തെറ്റായ പ്രവണതകൾക്ക് വിധേയപ്പെട്ടപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്. വളരെ തെറ്റായ നിലപാടിലേക്ക് പോയി എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. പാർട്ടിയായിട്ട് യാതൊരു ബന്ധമുള്ള ആളല്ല. സൗമ്യനായ PV സത്യനാഥിന്റെ കൊലപാതകം വിശ്വസിക്കാനാകുന്നില്ലെന്ന് കാണത്തിൽ ജമീൽ MLA പറഞ്ഞു. അദ്ദേഹത്തിനൊരു വ്യക്തിവൈരാഗ്യം അദ്ദേഹത്തിന് നേരെ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനം. ആരെന്ത് പറഞ്ഞാലും അത് കക്ഷി രാഷ്ട്രീയം പോലും നോക്കാതെ എന്ത് സഹായമാണോ ചെയ്തു കൊടുക്കാൻ പറ്റുന്നതെല്ലാം തന്നെ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. വൈകിട്ട് 7 മണിക്ക് വീട്ടുവളപ്പിലാണ് സംസ്കാരം. 3 മണിക്ക് കൊയിലാണ്ടി ടൗൺ ഹാളിൽ പൊതുദർശനം നടക്കും. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് CPIM കൊയിലാണ്ടിയിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുകയാണ്. 24 കോഴിക്കോട്. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും. തെരഞ്ഞെടുപ്പിന് സജ്ജരായി പാർട്ടികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള BJP സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയായി ശോഭാ സുരേന്ദ്രൻ വയനാട്ടിൽ BJP സ്ഥാനാർത്ഥിയായേക്കും എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തുവരുന്നു. രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ പ്രമുഖ സ്ഥാനാർത്ഥിയെ വയനാട്ടിൽ രംഗത്തിറക്കുമെന്ന് BJP വ്യക്തമാക്കിയിരുന്നു. തൃശൂരിൽ സുരേഷ് ഗോപിയും ആറ്റിങ്ങലിൽ V മുരളീധരനും മത്സരിക്കും. BJP സംസ്ഥാന ഘടകം ദേശീയ നേതൃത്വത്തിന് പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക കൈമാറി. ശോഭാ സുരേന്ദ്രൻ വയനാട് മത്സരിച്ചാൽ കോഴിക്കോട് MT രമേശിനാണ് സാധ്യത. മലപ്പുറത്ത് AP അബ്ദുള്ളക്കുട്ടി സ്ഥാനാർത്ഥിയായേക്കും. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, BJPയുടെ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയ്ക്ക് രൂപമാകുന്നു. പ്രതീക്ഷിച്ച ചില പേരുകൾ തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത്. അതിൻ്റെ ഒരു ചിത്രം എങ്ങനെയാണ് അലക്സ് റാം മുഹമ്മദ്? റിജിത്ത, കേന്ദ്ര നേതൃത്വം BJP സംസ്ഥാന ഘടകത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഒന്നുകിൽ വിജയിക്കുക, അതല്ല വിജയിക്കാൻ പറ്റാത്ത സാഹചര്യമുള്ള മണ്ഡലങ്ങളിൽ വോട്ട് ശതമാനം പരമാവധി ഉയർത്തുക. ഇതാണ് കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിനാൽ കരുത്തരെ തന്നെ രംഗത്തിറക്കി പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ കടുത്ത മത്സരം നടത്തുക എന്നുള്ളത് തന്നെയാണ് BJP സംസ്ഥാന നേതൃത്വം ആലോചിക്കുന്നതും. ആ തരത്തിലുള്ള പരിഗണനകളിലേക്കാണ്, സ്ഥാനാർത്ഥികളിലേക്കാണ് അവർ എത്തുന്നതും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ കോഴിക്കോട് മണ്ഡലത്തിൽ ആദ്യാവസാനം പരിഗണിച്ചിരുന്ന പേര് ശോഭാ സുരേന്ദ്രൻ്റേതാണ്. അവർ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷയാണ് ശോഭാ സുരേന്ദ്രൻ. കോഴിക്കോട് കൂടാതെ ശോഭാ സുരേന്ദ്രൻ്റെ പേര് വയനാട് മണ്ഡലത്തിൽ കൂടി പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ കാര്യം. കാരണം വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി തന്നെ UDF സ്ഥാനാർത്ഥിയായി എത്തിയാൽ ആ സീറ്റ് BDJSൽ നിന്ന് BJP ഏറ്റെടുക്കുകയും BJPയുടെ കരുത്തരായ സ്ഥാനാർത്ഥിയെ വയനാട്ടിൽ അവതരിപ്പിക്കുമെന്നും പാർട്ടി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. LDFന്റെ സ്ഥാനാർത്ഥിയായി ആനി രാജയെ കൂടി കഴിഞ്ഞ ദിവസം നിശ്ചയിച്ച പശ്ചാത്തലത്തിൽ, ആ പേര് കൂടി പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ശോഭാ സുരേന്ദ്രനെ വയനാട് മത്സരിപ്പിക്കുന്ന കാര്യം കൂടി പാർട്ടി ആലോചിക്കുന്നു എന്നുള്ളതാണ് BJP വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട സൂചനകളിലൊന്ന്. മറ്റു ചില പേരുകൾ നേരത്തെ പരിഗണനയിലുള്ളത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ V മുരളീധരൻ തന്നെ സ്ഥാനാർത്ഥിയാകും എന്നുള്ളതാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാകും. പാലക്കാട് മണ്ഡലത്തിൽ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാകും. മലപ്പുറത്ത് ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടിയുടെ പേരിനാണ് മുൻതൂക്കം. കാസർഗോഡ് PK കൃഷ്ണദാസ് സ്ഥാനാർത്ഥിയാകും എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ചില മണ്ഡലങ്ങൾ, വടകരയിൽ MT രമേശിൻ്റെയും പ്രഫുൽ കൃഷ്ണൻ്റെയും പേര് പരിഗണിക്കുന്നുണ്ട്. വയനാട് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മത്സരിക്കാനാണ് സാധ്യതയെങ്കിൽ കോഴിക്കോട് മണ്ഡലത്തിലായിരിക്കും MT രമേശ് മത്സരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പുറത്തു വരുന്നത്. പത്തനംതിട്ടയിൽ PC ജോർജിൻ്റെ പേര് പരിഗണിക്കുന്നുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ താൻ മത്സരിക്കുന്നില്ല എന്നുള്ള വിവരം ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ദേശീയ നേതൃത്വത്തിൻ്റെ അന്തിമ തീരുമാനം ഇതിൽ വന്നിട്ടില്ല. ഈ അടുത്ത ദിവസം, നാളെയും മറ്റന്നാളുമായി ഡൽഹിയിലെത്തുന്ന K സുരേന്ദ്രൻ ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചില പരിഗണനകൾ കൂടി വന്നതിന് ശേഷം, അത്തരം കാര്യങ്ങൾ കൂടി പരിഗണിച്ചതിന് ശേഷം ഇത്തരം കാര്യങ്ങൾ, അതായത് BJPയുടെ ജില്ലാ അധ്യക്ഷൻ, സംസ്ഥാന അധ്യക്ഷൻ, ഒപ്പം ജില്ലാ അധ്യക്ഷന്മാരൊക്കെ രംഗത്ത് വരേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യം തീരുമാനിക്കും.
പത്തനംതിട്ടയിൽ നേരത്തെ ആദ്യാവസാനം പരിഗണിച്ചിരുന്ന പേര് കുമ്മനം രാജശേഖരൻ്റേതാണ്. PC ജോർജ് പത്തനംതിട്ടയിൽ പരിഗണിക്കപ്പെടുന്ന പേരായി എത്തിയതിനു പിന്നാലെ കുമ്മനം രാജശേഖരനെ പരിഗണിച്ചത് കൊല്ലത്താണ്. കൊല്ലത്ത് കുമ്മനം രാജശേഖരനെ കൂടാതെ പരിഗണിച്ച പ്രധാനപ്പെട്ട പേരുകാരൻ കൊല്ലം ജില്ലാ പ്രസിഡന്റ് PB ഗോപകുമാറിൻ്റേതാണ്. കുമ്മനം രാജശേഖരനെ മറ്റെവിടെയെങ്കിലും മത്സരിപ്പിക്കുന്ന കാര്യവും പാർട്ടി സജീവമായി ആലോചിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരിനാണ് മുൻതൂക്കം. പക്ഷേ കലാ സാംസ്കാരിക രംഗത്തുള്ള ചില പ്രമുഖരുമായി പാർട്ടി ചർച്ച നടത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി ഏറ്റവും അവസാനം തിരുവനന്തപുരത്തേക്ക് എത്തും എന്നൊരു പ്രതീക്ഷയും ബി ജെ പി നേതൃത്വത്തിൽ നിന്നും BJP വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ശരി, അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയാണ്. സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിയുകയാണ്. എല്ലാ മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ഏതാണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള സാധ്യതകളൊക്കെ സജീവമായി തന്നെ ഉയർന്നു കേൾക്കുകയാണ്. BJPയുടെയും സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയായിരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ വയനാട്ടിൽ BJP സ്ഥാനാർത്ഥിയായേക്കും എന്ന വിവരമാണ് പുറത്തുവരുന്നത്. അലക്സ് റാം മുഹമ്മദ് അതിൻ്റെ NDA ക്യാമ്പിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ ധാരണയായതോടെ വിജയസാധ്യത പങ്കുവയ്ക്കുന്നു LDF നേതാക്കൾ. തിരുവനന്തപുരത്ത് BJP കേന്ദ്രമന്ത്രിമാരെ അടക്കം ആരെ ഇറക്കിയാലും LDF വിജയിക്കുമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. പത്തനംതിട്ടയിൽ ശബരിമലയ്ക്ക് പകരം അയോധ്യയും മണിപ്പൂരും ചർച്ചയാകുമെന്ന് ഡോക്ടർ TM തോമസ് ഐസക്കും പ്രതികരിച്ചു. പിണറായിയെ അപമാനിച്ച KSMCയെ പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയാക്കിയതിൽ CPIM മറുപടി പറയണമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ ആവശ്യപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും രാഷ്ട്രീയ വാക്പോരുകളുമായി ചൂടുപിടിച്ചു തുടങ്ങി. UDFന് മുൻപേ സ്ഥാനാർത്ഥി നിർണയത്തിൽ ധാരണയായതിന്റെ ആത്മവിശ്വാസമാണ് ഇടത് ക്യാമ്പിന്. അത് നേതാക്കളുടെ വാക്കുകളിൽ പ്രകടം. പത്തനംതിട്ടയിൽ സാമുദായിക മത്സരമല്ല, രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നതെന്ന് TM തോമസ് ഐസക്. പൊളിറ്റിക്കൽ ഫൈറ്റ് ആയിരിക്കും, ആരും സംശയം വേണ്ട. കേരളത്തിൽ വളരെ തീക്ഷ്ണമായിട്ടുള്ള രാഷ്ട്രീയ സമരമാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവുക. ഇടതുപക്ഷം തകർപ്പൻ വിജയം നേടും. BJP ദേശീയ മുഖം പരീക്ഷിക്കാനൊരുങ്ങുന്ന തിരുവനന്തപുരത്ത് ശക്തമായ മത്സരം ഉണ്ടാകുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. LDFന്റെ വിജയം ഉറപ്പാക്കാനുള്ള സ്ഥാനാർത്ഥികൾ എല്ലായിടത്തും ഉണ്ടാകും. തിരുവനന്തപുരത്തുണ്ടാകും, എല്ലായിടത്തും ഉണ്ടാകും. കേന്ദ്രമന്ത്രിയോ വലിയ മന്ത്രിയോ അതിനേക്കാളും വലിയ മന്ത്രിയോ വന്നാലും ശരി. അതേസമയം പൊന്നാനിയിലെ CPIMന്റെ പൊതുസ്വതന്ത്രനെ രാഷ്ട്രീയ ചർച്ചയാക്കുകയാണ് UDF ക്യാമ്പ്. പിണറായിയെ കഴുത്തിന് പിടിച്ച് പുറത്താക്കണമെന്ന് പരസ്യമായി പ്രസംഗിച്ച KS ഹംസയാണ് CPMന്റെ പൊന്നാനിയിലെ സ്ഥാനാർത്ഥി. പിണറായി വിജയന്റെ കുഞ്ചിന് പിടിക്കണമെന്ന് പറഞ്ഞ ആളെയാണ് മഞ്ചേരിയിലെ സ്ഥാനാർത്ഥിയാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പം അതിന്റെ മറ്റൊരു വശം നമ്മൾ പറയേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. CPIM പ്രൊഫസർ C രവീന്ദ്രനാഥിനെ ഇറക്കുന്ന ചാലക്കുടി സേഫ് എന്ന UDF സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന സിറ്റിംഗ് MP ബെന്നി ബെഹന്നാൻ. ചാലക്കുടി പാർലമെന്റ് നിയോജകമണ്ഡലം കോൺഗ്രസിന് UDFന് വിജയിക്കാൻ എല്ലാ സാധ്യതയുള്ള നിയോജകമണ്ഡലമാണ്. സ്ഥാനാർത്ഥി നിർണയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല, അതുകൊണ്ട് സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള പ്രതികരണത്തിൽ ഞാൻ മുതിരുന്നില്ല. പക്ഷെ നിയോജകമണ്ഡലം വളരെ സേഫാണ്. ഈ നിയോജകമണ്ഡലം 20 മണ്ഡലങ്ങളിലും വിജയസാധ്യത മാത്രം ലക്ഷ്യം വെച്ചുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ കഴിഞ്ഞുവെന്നാണ് LDF നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. 26-ന് CPIയും 27-ന് CPIMും ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. 24 തിരുവനന്തപുരം. മൂന്നാം സീറ്റിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ ലീഗ്. മൂന്നാം സീറ്റ് കിട്ടിയില്ല എങ്കിൽ പരസ്യ പ്രതിഷേധത്തിനും UDF യോഗം ബഹിഷ്കരിക്കാനും മുസ്ലിം ലീഗിൽ ആലോചന. രാജ്യസഭാ സീറ്റും നൽകാനാകില്ലെന്ന് കോൺഗ്രസ് അറിയിച്ചതോടെയാണ് ലീഗ് കടുത്ത നീക്കങ്ങളിലേക്ക് പോകുന്നത്. സീറ്റിന് വേണ്ടി യാചിക്കുകയല്ലെന്നും ചർച്ച ചെയ്യുകയാണെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം 24-നോട് പറഞ്ഞു. മൂന്നാം സീറ്റ് ലഭിച്ചില്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് നൽകുമെന്ന പ്രഖ്യാപനം നടത്തണമെന്നാണ് ലീഗ് നിലപാട്. ഇത് രണ്ടും നടക്കാതെ പോകുന്നതാണ് ലീഗിന്റെ അതൃപ്തിക്കിടയാക്കിയത്. കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കേണ്ടെന്നും വിട്ടുവീഴ്ച ചെയ്യാമെന്നുമുള്ള തീരുമാനത്തിൽ നിന്ന് കൂടുതൽ സമ്മർദ്ദം ചെലുത്തി സീറ്റു നേടുക എന്ന തീരുമാനത്തിലേക്കാണ് നിലവിൽ ലീഗ് എത്തിയത്. അണികളുടെ പ്രതിഷേധം കൂടെ കണക്കിലെടുത്താണ് പുതിയ നിലപാട്. മൂന്നാം സീറ്റ് ലീഗിന് ലഭിക്കുമെന്ന് PMA സലാം പറഞ്ഞു. ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുകയാണ്. 25-ാം തീയതി ചർച്ചയുണ്ട്. അതിൽ തീരുമാനമാകണം. വളരെ പെട്ടെന്ന് തീരുമാനം എടുക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇനിയും നീണ്ടുകൊണ്ട് പോകാൻ പാടില്ല എന്ന് മുസ്ലിം ലീഗ് ശക്തമായി ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, അത് തീരുമാനം അണികൾക്ക് കൂടി ആശ്വാസകരമായ ഒരു തീരുമാനമായാൽ പോരെ, പിന്നെ അടുത്ത തീരുമാനത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. മൂന്നാം സീറ്റ് വിഷയത്തിലെ പരസ്യ പ്രതികരണങ്ങളിലൂടെ ലീഗ് ലക്ഷ്യമിടുന്നത് കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കലാണ്. UDF യോഗം ബഹിഷ്കരിക്കുന്നതും ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ നീക്കം നടത്തുന്നു എന്ന വാർത്തകളിലൂടെയും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയാണ് ലീഗ്. 24 മലപ്പുറം. കമന്റ് ബോക്സിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണെങ്കിൽ വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം, തിരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി ചിത്രം തെളിയുന്നതോടുകൂടി വിജയവുമായി ബന്ധപ്പെട്ടുള്ള അവകാശവാദങ്ങൾ, ഇതൊക്കെ സജീവമായി കാണാൻ കഴിയുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികൾക്ക് അഭിനന്ദനം അറിയിക്കുന്ന പ്രേക്ഷകരെയും ഒരുപാട് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള കമൻറ്റുകൾ നിരവധിയുണ്ട്.
ഇനി നമുക്ക് പതിവ് സെഗ്മെന്റിലേക്ക് കടക്കാനുള്ള സമയമാണ്. മാർക്കറ്റ് വ്യൂ ആണ്. മാർക്കറ്റ് വ്യൂവുമായി സൂര്യശ്രീ പ്രേക്ഷകർക്കൊപ്പം ചേരും. ഓവർ ടു സൂര്യ. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. നേട്ടത്തിൽ വ്യാപാരം തുടർന്ന ഇന്ത്യൻ ഓഹരി വിപണി. സെൻസെക്സ് 127 പോയിന്റ് ഉയർന്നു. നിഫ്റ്റി 22,250 മുകളിൽ. ഉറച്ച പിന്തുണയുമായി ടെക് മീഡിയ ഓഹരികൾ. ഓയിൽ ആൻഡ് ഗ്യാസ് ഓഹരികളിൽ നഷ്ടം. ജിയോ ഫിനാൻഷ്യൽ സർവീസസിന്റെ വിപണി മൂല്യം 2 ലക്ഷം കോടിയിലെത്തി. ഓഹരി വിലയിൽ 35% വർധന. റിലയൻസ് ഇൻഡസ്ട്രീസ് റെക്കോർഡ് ഉയരത്തിൽ. ഉത്തർപ്രദേശിന് ഉത്തേജക പദ്ധതികളുമായി പ്രധാനമന്ത്രി. 13,000 കോടി രൂപയിലധികം വരുന്ന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. റോഡ്, ടെക്സ്റ്റൈൽ, ആരോഗ്യം എന്നിവയ്ക്ക് പരിഗണന. വോഡാഫോൺ ഐഡിയ ബോർഡ് യോഗം ഈ മാസം 27 ചേരും. ധനസമാഹരണ നിർദ്ദേശങ്ങൾ ചർച്ചയാകും. വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നുണ്ടെന്ന് കമ്പനി വക്താവ്. ഇന്ത്യയിൽ നിന്ന് 4 രാജ്യങ്ങളിലേക്ക് സവാള കയറ്റുമതിക്ക് അനുമതി നൽകി കേന്ദ്രം. 54,760 ടൺ സവാള കയറ്റുമതി ചെയ്യും. ബംഗ്ലാദേശ്, മൗറീഷ്യസ്, ബഹ്റൈൻ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ അനുമതി ലഭിച്ചത് മാർച്ച് 31 വരെ. ഇനി മാർക്കറ്റ് അനാലിസിസ് ആണ്. ഇന്ത്യൻ ബെഞ്ച്മാർക്ക് സൂചികൾ ഇന്ന് ഉയർന്ന നിലയിൽ വ്യാപാരം തുറന്നതിന് ശേഷം ഉച്ചയോടുകൂടി ഒരു ഫ്ലാറ്റ് നോട്ടിലെത്തിയിരിക്കുകയാണ്. ടെക് ഓഹരികളുടെയൊക്കെ ഒരു പിൻബലത്തിൽ നിലവിൽ നേരിയ തോതിൽ ഉയർന്നാണ് ഓഹരി വിപണിയിൽ വ്യാപാരം നടക്കുന്നത്. IT, ഫാർമ, റിയൽറ്റി മേഖലകളിൽ നേട്ടമുണ്ടായപ്പോൾ ഇന്ന് വിപണിയിൽ വീഴുന്നത് പൊതുമേഖലാ ബാങ്ക് സൂചികളാണ്. ഏകദേശം 1% നഷ്ടമാണ് ഇന്ന് പൊതുമേഖലാ ബാങ്ക് ഓഹരികളിലുണ്ടായത്. നമുക്ക് സൂചികളിലേക്ക് വരികയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റിയിൽ ഇന്ന് വ്യാപാരം നടക്കുന്നത് ഒരു സമ്മിശ്ര പ്രതികരണത്തിലാണ്. നിഫ്റ്റി ബാങ്കിൽ ഒരു നഷ്ടം രേഖപ്പെടുത്തിയപ്പോൾ നിഫ്റ്റിയുടെ ബാക്കി സൂചികളിലൊക്കെ തന്നെ ഒരു പോസിറ്റീവ് സിഗ്നൽ ഉണ്ട്. നിഫ്റ്റി 50യിൽ 15 പോയിന്റ് ഉണർവിൽ 22,233 പോയിന്റിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. ഇന്ന് ഏറ്റവും ഹയസ്റ്റ് ആയി പോയ പോയിന്റ് 22,297 വരെ എത്തിയിരുന്നു. ഇന്ന് ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് 22,200 വരെ എത്തിയിരുന്നു. ഏകദേശം ഒരു സമ്മിശ്ര പ്രതികരണങ്ങൾ, എന്നാൽ തന്നെയും ഒരു വാങ്ങലിന്റെയും അതുപോലെ തന്നെ ഒരു ബുള്ളിഷ് പ്രവണതയും വിപണിയിലുണ്ടെന്ന് തന്നെ പറയാം. ഇനി നിഫ്റ്റി ബാങ്കിലേക്ക് പോവുകയാണെങ്കിൽ 66 പോയിന്റ് ഇടിവിൽ 46,853 പോയിന്റിലാണ് നിലവിൽ നിഫ്റ്റി ബാങ്കിൽ വ്യാപാരം നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പബ്ലിക് ബാങ്ക് ഓഹരികളിലുണ്ടായ ഒരു വിൽപ്പന സമ്മർദ്ദം നിഫ്റ്റി ബാങ്കിൽ നമുക്ക് പ്രകടമായി കാണാനായി സാധിക്കും. ഇനി നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിലേക്ക് വരികയാണെങ്കിൽ 19 പോയിന്റ് നേട്ടത്തിൽ 20,685 പോയിന്റിലാണ് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിലും വ്യാപാരം നടക്കുന്നത്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സിൽ നിലവിൽ വ്യാപാരം നടക്കുന്നത് നേട്ടത്തിലാണ്. 97 പോയിന്റ് ഉണർവിൽ 73,255 പോയിന്റിലാണ് സെൻസെക്സിലും വ്യാപാരം നടക്കുന്നത്. ഏതായാലും ഒരു നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ബുള്ളിഷ് പ്രവണത വിപണിയിലുണ്ട്. എന്തായാലും ആഭ്യന്തര നിക്ഷേപകരുടെ ഒരു ഉറച്ച പിന്തുണ ഉണ്ടാകുമെന്നെല്ലാം വരും മണിക്കൂറിൽ അറിയേണ്ടിയിരിക്കുന്നു. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ്. DBFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പോൾ തോമസ് ആണ്. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ പോൾ തോമസ്. മാർക്കറ്റിൽ ഒരു സമ്മിശ്ര പ്രതികരണമുണ്ട്, ഒപ്പം തന്നെ ഒരു ഉറച്ച പിന്തുണയുമുണ്ട് ഒരു ടെക് ഓഹരികളുടെയൊക്കെ. എന്താണ് മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ്? ഒപ്പം തന്നെ പുതുതായി ഓഹരി വിപണിയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് ആഫ്റ്റർനൂൺ സൂര്യ. ഇന്ന് നമ്മൾ മാർക്കറ്റിന് ഞാൻ കാലത്ത് പറഞ്ഞ പോലെ ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു 100 പോയിന്റിനുള്ളിൽ 22,000-നും 22,200-നും 22,300-നും ഇടയിലുള്ള ഒരു മൂവ്മെന്റ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് ഒരുപാട് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് മാർക്കറ്റ് കടക്കുന്നതായിട്ട് തോന്നുന്നു ഇന്നത്തെ ദിവസം. പുതിയ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇക്വിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു കാര്യം തന്നെയാണ്. അതുമാത്രമല്ല, ഏറ്റവും കൂടുതൽ റിട്ടേൺ ലഭിക്കുന്നതും ഇക്വിറ്റിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലാണ്. പക്ഷേ സെലക്ട് ചെയ്യുന്ന കമ്പനികൾ ആണ് ഏറ്റവും പ്രധാനം. കമ്പനികൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ നല്ല പ്രൊമോട്ടേഴ്സിൻ്റെ നല്ല ഫ്യൂച്ചറുള്ള കമ്പനികൾ നോക്കി സെലക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ലോങ് ടേമിലേക്ക് നല്ല റിട്ടേൺ ഈ സമയത്തും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കും. ഇന്നിപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് കണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ജിയോ ഫിനാൻസ് നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ട്. അവരുടെ സ്റ്റോക്ക് ബ്രോക്കിംഗ്
യിലേക്ക് കൂടെ കടക്കുന്നു എന്ന് പറഞ്ഞൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ഐഡിയ ഇന്ന് ഏകദേശം 12% ഉയർന്നിട്ടുണ്ട്. കുമാർ മംഗലം ബിർളയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, അവരൊരു ഇൻവെസ്റ്ററെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഇതെല്ലാമായിരിക്കും ഈ ഷെയറുകളിലെ ഇന്ന് മുന്നേറ്റത്തിനുണ്ടായ പ്രധാനപ്പെട്ട കാരണം. നന്ദി. ശ്രീ പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തിയത്. എന്തായാലും വിപണികളിൽ ഉയർച്ച താഴ്ചകളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ബുള്ളിഷ് ട്രെൻഡിൽ ഇന്ന് വ്യാപാരം അവസാനിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ വിപണി വാർത്തകളുമായി മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബെല്ലിൽ കാണാം. ഇനി ഗുഡ് ആഫ്റ്റർനൂണുമായി ടി.കെ. റീജിത്ത് തുടരും. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. വീണ്ടും ഗുഡ് ആഫ്റ്റർനൂണിലേക്ക്. കർഷക സമരത്തിനിടെ ഒരു കർഷകൻ കൂടി മരിച്ചു എന്ന വിവരം ഇപ്പോൾ പുറത്തുവരികയാണ്. ബട്ടിൻഡ സ്വദേശി ദർശൻ സിംഗ് ആണ് മരിച്ചത്. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചിട്ടുണ്ട്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിതിൻ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ? ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം കർഷകർ നടത്തുന്ന പശ്ചാത്തലം, അതിനിടയിൽ ഈ മരണത്തെ കർഷക സംഘടനകൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നിതിൻ. റിജിത്ത്, ഖനൌരിയിൽ സമരം ചെയ്തതിനിടെയാണ് ദർശൻ സിംഗ് കുഴഞ്ഞു വീഴുകയും പിന്നീട് മരണം സംഭവിക്കുകയും ചെയ്തത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് സംഭവം. നേരെ തൊട്ടടുത്തുള്ള പത്രാനിലെ ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് പിന്നീട് പട്യാലയിലെ രാജേന്ദ്ര ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് ഡോക്ടേഴ്സ് അറിയിച്ചിരിക്കുന്നത്. കർഷക സമരം ആരംഭിച്ച ഫെബ്രുവരി 13 ബട്ടിൻഡയിലെ അമർഗഡിൽ നിന്ന് ദർശൻ സിംഗ് ഖനൌരിയിലേക്ക് എത്തിയത്. അതിനുശേഷം അവിടെ സമരം ചെയ്യുകയായിരുന്നു. ഈ കർഷക സമരത്തിനിടെ, രണ്ടാം കർഷക സമരത്തിനിടെ ഈ മരിക്കുന്ന 5ാമത്തെ കർഷകനാണ് ദർശൻ സിംഗ്. നേരത്തെ ഇത്തരത്തിൽ 4 കർഷകർ ഹൃദയാഘാതം മൂലവും അതോടൊപ്പം തന്നെ കുഴഞ്ഞു വീണും മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു കർഷകൻ പോലീസ് വെടിവയ്പ്പിനിടെ കൊല്ലപ്പെട്ടു. അത്തരത്തിൽ 5 കർഷകർക്ക് ഇതുവരെ ജീവൻ നഷ്ടമായി. BKU ശക്തമായ രീതിയിൽ തന്നെ അപലപിച്ചിട്ടുണ്ട്. കാരണം സർക്കാർ എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടെത്തി കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം, അല്ലെങ്കിൽ കൂടുതൽ കർഷകർ ഇങ്ങനെ തെരുവിൽ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇതിലടക്കം കടുത്ത പ്രതിഷേധമാണ് കർഷക സംഘടനകൾ അറിയിക്കുന്നത്. ഈ കർഷകന് 8 ലക്ഷം രൂപയുടെ കടമുണ്ടെന്നാണ് കർഷക സംഘടനകൾ അറിയിക്കുന്നത്. കേവലം 8 ഏക്കർ കൃഷിയിടം മാത്രമേ കർഷകനുള്ളൂ. 8 ലക്ഷം രൂപയുടെ കടവും ഈ കർഷകനുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും എത്രയും പെട്ടെന്ന് സർക്കാർ സഹായമടക്കം ഈ കർഷകന് ഉണ്ടാകണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ കർഷക സംഘടന ഉന്നയിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഹൃദയാഘാതം സംഭവിച്ചത്. പട്യാലയിൽ ആശുപത്രി എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ശരി, നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. നിതിൻ തുടരുന്നുണ്ട്. നിതിൻ, അതിർത്തിയിലെ ഇപ്പോഴുള്ള സാഹചര്യം, അതിൻ്റെ ക്രമീകരണങ്ങൾ, പോലീസ് ഒരുക്കുന്ന സുരക്ഷ, കർഷകർ ഏറ്റവും ഒടുവിലായെത്തുന്ന തീരുമാനങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങൾ കൂടി നിതിൻ അംബുജൻ. റിജിത്ത്, നിലവിലിപ്പോൾ ശംഭു അതിർത്തിയിലും കനൌരിയിലും സമാധാനപരമായി തന്നെയാണ് സമരം മുന്നോട്ട് പോകുന്നത്. നാളെ കർഷകർ ഡൽഹിയിലേക്ക് നീങ്ങണം എന്നുള്ളൊരു ആലോചനയിലാണ് ഉള്ളത്. എന്തായാലും കഴിഞ്ഞ 2 ദിവസമായി കർഷകർ ശംഭു അടക്കമുള്ള അതിർത്തികളിൽ സമാധാനപരമായി സമരം തുടരുന്നു. അപ്പോഴും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കർഷകർ ഇങ്ങനെ മരിക്കുന്നതിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം കർഷക സംഘടനകളിലുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ ഡൽഹിയിലേക്ക് സമരം പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ സംഘർഷങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. നിലവിലിപ്പോൾ കനൌരി അടക്കമുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ സേനകളെ അടക്കം വിന്യസിച്ചിരിക്കുകയാണ്. മാത്രമല്ല കനൌരിയിലാണ് ശംഭുവിനേക്കാൾ അതിഭീകരമായ ഒരു സാഹചര്യമുള്ളത്. വാഹനങ്ങളെല്ലാം തന്നെ പോലീസ് അടിച്ചു തകർത്തിരുന്നു. ഇതിലടക്കം സർക്കാരിന്റെ ഭാഗത്ത് ഒരു കൃത്യമായ ഇടപെടൽ ഉണ്ടാകണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. കാരണം ഹരിയാന പോലീസ് പഞ്ചാബിലേക്ക് കടന്നു നിന്ന് അതിനുശേഷം നടത്തിയ അതിക്രമത്തിൽ പോലീസ് നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് കർഷക സംഘടനകൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇന്ന് കർഷക സംഘടനകൾ യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം മാത്രമേ ഭാവി തീരുമാനം സ്വീകരിക്കുകയുള്ളൂ. ഇന്ന് കരിദിനം ആചരിക്കുകയാണ്. കൂടാതെ തിങ്കളാഴ്ച ട്രാക്ടർ മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത മാസം 14 രാംലീല മൈതാനത്തേക്കും മഹാപഞ്ചായത്ത് സംഘടിപ്പിക്കുമെന്ന് കർഷകർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും സമരം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന പ്രഖ്യാപനം തന്നെയാണ് കർഷകർ നടത്തുന്നത്. ഞാൻ ഈ നിൽക്കുന്ന ശംഭുവിൽ മറ്റു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും തന്നെ കഴിഞ്ഞ 2 ദിവസമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും ഹരിയാന പോലീസ് കൂടുതൽ സേനകളെ അടക്കം വിന്യസിച്ചപ്പോൾ രംഗത്തുണ്ട്. അതോടൊപ്പം കർഷകർ സംയമനം പാലിക്കണമെന്നൊരു അഭ്യർത്ഥനയാണ് ഇപ്പോൾ ഹരിയാന പോലീസ് നടത്തിയിരിക്കുന്നത്. ശരി, നിതിൻ അംബുജൻ അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. കർഷകൻ ശംഭു കരൺ സിംഗിന്റെ കൊലപാതകത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം കർഷകരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ദേശീയതലത്തിൽ കരിദിനം ആചരിക്കുകയാണ് കർഷക സംഘടനകൾ. നിർത്തിവെച്ച ഡൽഹി ചലോ മാർച്ച് നാളെ പുനരാരംഭിക്കാനാണ് നീക്കമുണ്ടാകുന്നത്. സമരത്തിൽ കൊല്ലപ്പെട്ട യുവകർഷകന്റെ കുടുംബത്തിന് പഞ്ചാബ് സർക്കാർ 1 കോടി രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. കർഷകർക്കെതിരെ ചുമത്തിയ ദേശീയ സുരക്ഷാ നിയമത്തിലെ വകുപ്പുകൾ പിൻവലിച്ചതായി ഹരിയാന പോലീസ് അറിയിച്ചു. കർഷക പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ പാർലമെന്റിൽ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി ആവശ്യപ്പെട്ടു. യുവകർഷകൻ ശുഭ്കരൺ സിംഗിന്റെ കൊലപാതകത്തിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് കർഷക സംഘടനകളുടെ തീരുമാനം. തിങ്കളാഴ്ച ദേശീയതലത്തിൽ ട്രാക്ടർ മാർച്ച് നടത്തും. ഹരിയാന പോലീസിനെതിരെ കൊലപാതക കുറ്റം ചുമത്തി കേസെടുക്കണമെന്നാണ് കർഷക സംഘടനകളുടെ ആവശ്യം. കർഷക നേതാക്കൾക്കെതിരെ ദേശീയ സുരക്ഷാ നിയമം ചുമത്തിയ ഹരിയാന പോലീസിന് അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു.
കർഷക നേതാക്കൾക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ പിൻവലിച്ചതായും ക്രമസമാധാന പാലനത്തിൽ കർഷകർ സഹകരിക്കണമെന്നും അംബാല റേഞ്ച് IG സിബാഷ് കബിരാജ് ആവശ്യപ്പെട്ടു. കൊല്ലപ്പെട്ട യുവ കർഷകന്റെ കുടുംബത്തിന് 1 കോടി രൂപ ധനസഹായത്തിനു പുറമെ കൊലപാതകത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ അറിയിച്ചു. കാർഷിക വിളകൾക്ക് MSP ഉറപ്പാക്കുന്ന നിയമം പാസാക്കണമെന്നും അതിനായി പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്നും കോൺഗ്രസ് MP മനീഷ് തിവാരി പ്രതികരിച്ചു. അടുത്ത മാസം 14-ന് മഹാപഞ്ചായത്ത് സംഘടിപ്പിക്കാനും കർഷക സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട്. 24 ഡൽഹി. കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നിരവധി കമന്റുകൾ കമന്റ് ബോക്സിൽ കാണാൻ കഴിയുന്നുണ്ട്. ലിജിൻ കുമാർ എന്ന് പറയുന്ന പ്രേക്ഷകൻ പറയുന്നു, കർഷകർ ഉയർത്തുന്ന ആവശ്യങ്ങൾ അത് ന്യായമാണ്, അത് പരിഗണിക്കാനുള്ള സന്നദ്ധത കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം എന്നുള്ള അഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. ലില്ലി ചോലയിൽ എന്ന് പറയുന്ന പ്രേക്ഷകയും കർഷക സമരത്തിന് അഭിവാദ്യമർപ്പിക്കുന്നു, പിന്തുണ പ്രഖ്യാപിക്കുന്നു. അതുപോലെ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടുന്നത്, ചിറക്കര പഞ്ചായത്തിൽ കുടിവെള്ളം നിലച്ചിട്ട് 8 ദിവസമായിട്ടുണ്ട്. പഞ്ചായത്ത് പക്ഷേ കാര്യക്ഷമമായി ഇടപെടുന്നില്ല. ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ്. അതൊന്ന് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ 24 ഇടപെടുമോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. തീർച്ചയായും നമുക്കത് പരിശോധിക്കാവുന്നതാണ്. മുഹമ്മദ് അനു എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറയുന്നത്, ഇന്നെൻ്റെ മോൻ ഷാൻ അർഷാദിൻ്റെ പിറന്നാളാണ്. ഒരു ആശംസകൾ പ്രേക്ഷകരെല്ലാവരും കൂടി നേരുമോ എന്നുള്ളതാണ്. പ്രേക്ഷകർക്ക് വേണ്ടി എന്തായാലും ഷാൻ അർഷാദിന് പിറന്നാൾ ആശംസകൾ നമ്മൾ നേരുകയാണ്. ലീഗിൻ്റെ ആവശ്യം ന്യായമാണ്, 3ാം സീറ്റ് എന്ന ലീഗിൻ്റെ ആവശ്യം ന്യായമാണ് എന്ന് പറയുന്നു രഞ്ജു P ഐസക്കിനെ പോലുള്ള പ്രേക്ഷകർ. അങ്ങനെ കമൻറ്റ് ബോക്സിൽ സജീവമായി പ്രേക്ഷകർ പ്രതികരണവുമായി വരുന്നുണ്ട്. അത് തുടരുക. ഇനി നമുക്കൊരു ഇടവേളയിലേക്ക് കടക്കാനുള്ള സമയമാണ്. ഇടവേളയ്ക്ക് ശേഷം ദേശീയപാതയിൽ കായംകുളത്ത് ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് തീപിടിച്ചിട്ടുണ്ട്. ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലിൽ വൻ ദുരന്തമാണ് ഒഴിവായത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ വരും. വാർത്തകളിലേക്ക് വീണ്ടും. ബസ് കത്തിയമർന്നു. ദേശീയപാതയിൽ കായംകുളത്ത് ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് തീപിടിച്ചു. ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലിൽ വൻ ദുരന്തമാണ് ഒഴിവായത്. കരുനാഗപ്പള്ളിയിൽ നിന്നും തോപ്പുംപടിയിലേക്ക് പോയ KSRTCയുടെ വെസ്റ്റ് ബസ്സിനാണ് കായംകുളം MSM കോളേജിന് സമീപം വെച്ച് രാവിലെ 9:30 തീപിടിച്ചത്. എഞ്ചിൻ ഭാഗത്തു നിന്ന് ആദ്യം ശബ്ദമുയർന്നു. യാത്രക്കാർ ഇക്കാര്യം ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന് പിന്നാലെ ബസ്സിനകത്തേക്ക് പുക കയറി. ഡ്രൈവർ ഉടൻ തന്നെ ബസ് നിർത്തി യാത്രക്കാരോട് അടിയന്തരമായി പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടു. യാത്രക്കാരെല്ലാം സുരക്ഷിതരായി പുറത്തിറങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ തീ പടർന്ന് ബസ് കത്തിയമരുകയായിരുന്നു. നോക്കുമ്പം ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് താഴേക്ക് തീ വീഴുന്നുണ്ട്. അപ്പോൾ അന്നേരം തന്നെ പെട്ടെന്ന് ഈ ഡ്രൈവറുടെ ഇടപെടലാന്ന് തോന്നുന്നു, പുള്ളിയെ കണ്ടില്ല, പെട്ടെന്ന് ആളുകളെ എല്ലാം ഇറക്കി കംപ്ലീറ്റ്. വലിയ തിരക്കത്രയില്ലായിരുന്നു. ബസ്സിൽ സ്ത്രീകളും വിദ്യാർത്ഥികളും അടക്കം 53 യാത്രക്കാരുണ്ടായിരുന്നു. ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലിൽ ഒഴിവായത് വൻ ദുരന്തം. തീ ആളിപ്പടർന്നതോടെ ഇരുഭാഗത്തു നിന്നുമുള്ള ഗതാഗതം നിർത്തിവെച്ചു. അഗ്നിശമന സേന എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. വയറിംഗിലെ സാങ്കേതിക പ്രശ്നമാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പ്രാഥമികമായ നിഗമനം വയറിംഗിൽ തീ പിടിച്ചു എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ വയറിംഗും സൈലൻസറുമായി തട്ടിയിരുന്നപ്പോൾ അതുകൊണ്ടാണെന്നാണ് പ്രാഥമിക നിഗമനം. പക്ഷെ നമ്മൾ CMDയോട് ഞാൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടെക്നിക്കലിനെ കൊണ്ട് വിദഗ്ധരായ ഓപ്പറേഷൻ 2 പേരും കൂടി വിദഗ്ധമായ ഒരു അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. NDAനുള്ള ഉത്തരവിറക്കിയിട്ടുണ്ട്. വിശദമായ പരിശോധനകൾക്കായി ബസ് മാവേലിക്കര ഡിപ്പോയിലേക്ക് മാറ്റി. 2 ദിവസങ്ങൾക്ക് മുൻപ് ബസിന്റെ എഞ്ചിൻ ഭാഗത്തു നിന്ന് ശബ്ദമുയർന്നിരുന്നു. എന്നാൽ ഇത് പരിഹരിക്കാതെ വീണ്ടും സർവീസ് നടത്തിയെന്നാണ് ആക്ഷേപം. 24 ആലപ്പുഴ. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ പ്രേക്ഷകർക്കറിയാം എന്തായാലും വലിയ അപകടമാണ്, വലിയ ദുരന്തമാണ് ഒഴിവായത്. ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലിനെയും നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. ആലുവയിൽ വിദ്യാർത്ഥികളുമായി സ്കൂൾ ബസിന്റെ അപകട യാത്ര. പിൻവശത്തെ സേഫ്റ്റി ഗ്ലാസ് ഇല്ലാതെയാണ് മുപ്പത്തറം ഹയർ സെക്കൻഡറി സ്കൂളിലെ ബസിന്റെ സർവീസ്. നാട്ടുകാർ ബസ് തടഞ്ഞതോടെ ഇന്ന് രാവിലെ ഗ്ലാസ് പുനഃസ്ഥാപിച്ച് ബസ് വീണ്ടും ഓടിത്തുടങ്ങി. മരച്ചില്ല വീണ ബസിന്റെ സേഫ്റ്റി ഗ്ലാസ് തകർന്നത് 4 ദിവസം മുമ്പ്. ഗ്ലാസ് സ്ഥാപിക്കാതെ വിദ്യാർത്ഥികളുമായി സർവീസ് തുടർന്നതോടെയാണ് നാട്ടുകാർ ഇടപെട്ടത്. മാതാപിതാക്കൾ സ്കൂൾ അധികൃതരെ പരാതി അറിയിച്ചിരുന്നെങ്കിലും നടപടിയെടുത്തിരുന്നില്ല. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇന്ന് രാവിലെ ബസ്സിന് പുതിയ ഗ്ലാസ് ഇട്ടു. ഗുരുതര നിയമലംഘനത്തിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും മൗനം തുടരുകയാണ്. 24 കൊച്ചി.
ഇപ്പോൾ ലഭിക്കുന്നൊരു വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. നേമത്ത് വീട്ടിൽ പ്രസവിക്കുന്നതിനിടെ യുവതിയും നവജാത ശിശുവും മരിച്ച സംഭവം അത് പ്രേക്ഷകർക്കറിയാം. അതിൽ യുവതിക്ക് അക്യൂപഞ്ചർ ചികിത്സ നൽകിയ ഷിഹാബുദ്ദീൻ പിടിയിലായിരിക്കുന്നു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. കൊച്ചിയിൽ നിന്നാണ് വെഞ്ഞാറമൂട് സ്വദേശിയായ ഷിഹാബുദ്ദീനെ പിടികൂടിയത്. പൂന്തുറയിലാണ് ഇയാളുടെ ചികിത്സാ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. അഖിൽ ഷാ അൻസാർ അല്പസമയത്തിനകം അതിൻ്റെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും എന്നാണ് മനസ്സിലാക്കുന്നത്. അഖിൽ ഷാ അൻസാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽ, എന്താണ് വിവരങ്ങൾ? അഖിൽ ഷാ. റിജിത്ത്, ഈ കൊച്ചിയിൽ നിന്നാണ് ഈ അക്യൂപഞ്ചർ ചികിത്സ നൽകിയത്, അതായത് മരിച്ച യുവതിക്ക് അക്യൂപഞ്ചർ ചികിത്സ നൽകിയ ഷിഹാബുദ്ദീനെ നേമം പോലീസ് പിടികൂടിയത്. നേരത്തെ തന്നെ ഇയാളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളൊക്കെ പോലീസ് നടത്തുന്നുണ്ട്. അതായത് ഏറ്റവും പ്രധാനമായും ഈ മരിച്ച ഷമീറയ്ക്ക് അക്യൂപഞ്ചർ ചികിത്സ നൽകിയും അതുപോലെ തന്നെ ഈ പ്രസവം ഈ അക്യൂപഞ്ചർ ചികിത്സയുടെ തന്നെ മതി എന്നുള്ള കാര്യമൊക്കെ നിർദ്ദേശിച്ചത് ഈ ഷിഹാബുദ്ദീനാണ്. പോലീസ് ആദ്യഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ പൂന്തുറയിലുള്ള ഈ കേന്ദ്രത്തിലും, അതായത് ചികിത്സാ കേന്ദ്രത്തിൽ അന്വേഷണം നടത്തിയിരുന്നു, അവിടെ പരിശോധന നടത്തിയിരുന്നു. പിന്നാലെ വെഞ്ഞാറമൂടുള്ള ഇയാളുടെ വീട്ടിലും പരിശോധന നടത്തിയിരുന്നാൽ അപ്പോഴെങ്ങും ഇദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഒളിവിലേക്ക് പോവുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ചില നിർദ്ദേശങ്ങൾ കിട്ടിയതനുസരിച്ച് കൊച്ചിയിലേക്ക് നേമം പോലീസ് എത്തുകയും അവിടെ നിന്ന് ഇയാളെ ഇന്ന് രാവിലെയോടുകൂടി പിടികൂടുകയും ചെയ്തത്. എന്തായാലും നിലവിൽ തിരുവനന്തപുരം നേമം പോലീസ് സ്റ്റേഷനിൽ ഷിഹാബുദ്ദീനെ എത്തിച്ചിട്ടുണ്ട്. വിശദമായ ചോദ്യം ചെയ്യൽ നടത്തും. ഒപ്പം നേരത്തെ അറസ്റ്റിലായ ഈ യുവതിയുടെ ഭർത്താവ് നയാസിനെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ഇവരെ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിനും സാധ്യതയുണ്ട്. അതിനുശേഷം ആകും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളും അതുപോലെ തന്നെ ഈ ഷിഹാബുദ്ദീൻ്റെ അറസ്റ്റിലേക്കും പോലീസ് കടക്കുക. അഖിൽ ഷാ, ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ചില വീഴ്ചകൾ ഉണ്ടായി എന്ന വിമർശനം ഒരു ഭാഗത്തുണ്ട്. അതുപോലെ ഇനിയിപ്പോൾ കൂടുതൽ പേർ പ്രതിപട്ടികയിലേക്ക് വരാനുള്ള ഒരു സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ എങ്ങനെയാണ് അഖിൽ ഷാൻ സാർ? റിജിത്ത്, ആദ്യഘട്ടത്തിൽ ഈ പോലീസിനെതിരെ വലിയ ആരോപണങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് പ്രത്യേകിച്ച് ഈ നാട്ടുകാർ അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് ഒക്കെ വലിയ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. നേരത്തെ തന്നെ ഈ അക്യൂപഞ്ചർ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള പരാതി പോലീസിന് നൽകിയിരുന്നു. എന്നാൽ പോലീസ് ഇക്കാര്യത്തിൽ കാര്യമായ ഇടപെടലുകളൊന്നും നടത്തിയില്ല എന്നുള്ളൊരു വലിയ ആരോപണം പോലീസിനെതിരെയും ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ മറ്റ് ചർച്ചകളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം. ഒപ്പം ഈ കൂടുതൽ പേരെ പ്രതി ചേർക്കുന്ന കാര്യത്തിലും പോലീസ് നീങ്ങുന്നുണ്ട്. ഏറ്റവും പ്രധാനമായും പോലീസിൻ്റെ ആദ്യത്തെ ഒരു നോട്ടം ഈ ഷിഹാബുദ്ദീനെ തന്നെയായിരുന്നു. പ്രാഥമിക പരിഗണന അയാൾക്ക് കൊടുത്തിട്ട് അയാൾക്ക് നേരെയുള്ളൊരു അന്വേഷണമാണ് ഇത്രയും ദിവസം നടത്തിയത്. ഇനി ഈ പ്രസവിക്കുന്ന സമയത്ത്, യുവതി പ്രസവിക്കുന്ന സമയത്ത് ഒപ്പം ഉണ്ടായിരുന്ന ഈ നയാസിൻ്റെ, ഈ ഭർത്താവ് നയാസിൻ്റെ മുൻ ഭാര്യയും അതുപോലെ തന്നെ അക്യൂപഞ്ചർ വിദ്യാർത്ഥിയായ മകളെയും ഇവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും. ഇവരെ കൂടി പ്രതി ചേർക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് പോലീസ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ മരിച്ച ഷമീറയുടെ ബന്ധുക്കൾ അതുപോലെ തന്നെ ഇവരുടെ വീടിനടുത്ത് താമസിച്ചിരുന്നവരുടെയൊക്കെ മൊഴി കൂടുതൽ വിശദമായി ശേഖരിക്കാനും പോലീസ് തയ്യാറെടുക്കുന്നുണ്ട്. ശരി, അഖിൽ ഷാൻ സാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. നേമത്ത് വീട്ടിൽ പ്രസവിക്കുന്നതിനിടെ യുവതിയും നവജാത ശിശുവും മരിച്ച സംഭവത്തിൽ യുവതിക്ക് അക്യൂപഞ്ചർ ചികിത്സ നൽകിയ ഷിഹാബുദ്ദീൻ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തടവ് ചാടിയ പ്രതി പിടിയിൽ. ഒരു മാസം മുമ്പ് ജയിൽ ചാടിയ കൊയ്യോട് സ്വദേശി ഹർഷാദിനെ തമിഴ്നാട് ശിവഗംഗയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ലഹരി മരുന്ന് കടത്ത് കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതി ജീവനക്കാരുടെ കണ്ണുവെട്ടിച്ചാണ് ജയിൽ ചാടിയത്. ലഹരി മരുന്ന് കടത്തു കേസിൽ 10 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതി ഹർഷാദ് ജനുവരി 14-നാണ് അതിവിദഗ്ധമായി ജയിൽ ചാടിയത്. ജയിലിലെ വെൽഫെയർ ഓഫീസിലെ ഡ്യൂട്ടിക്കിടെ പത്രക്കെട്ടെടുക്കാൻ പോയ ഹർഷാദ് പുറത്ത് കാത്തുനിന്ന ബൈക്കിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. കണ്ണവം പോലീസ് എടുത്ത കേസിൽ 2023 സെപ്റ്റംബർ മുതൽ ശിക്ഷ അനുഭവിക്കുകയായിരുന്നു ഹർഷാദ്. ജയിൽ ചാടാൻ ഹർഷാദിനെ സഹായിച്ച റിസ്വാൻ നേരത്തെ അറസ്റ്റിലായിരുന്നു. ജയിൽ ചാടിയതിനു ശേഷം ഡൽഹിയിലും പിന്നീട് നേപ്പാൾ അതിർത്തിയിലേക്കും പോയ ഹർഷാദ് തുടർന്ന് തമിഴ്നാട് മധുരയിലെ ശിവഗംഗയിൽ സുഹൃത്ത് അപ്സരയുടെ സഹായത്തോടെ ഒളിവിൽ കഴിയുകയായിരുന്നു. ലഹരി കേസിൽ പങ്കാളിത്തമുള്ള അപ്സരയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അവിടെ രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് ഹർഷാദിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്, അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പ്രതിയെ ജയിൽ ചാടിന് സഹായിച്ച റിസ്വാൻ, അപ്സര എന്നിവരെ കൂടി ഈ കേസിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്സരയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കേസിലേക്ക്. ഇനി കൂടുതൽ പ്രതികളുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി കണ്ടെത്തേണ്ട വിഷയമാണ്. അത് കൂടുതൽ അന്വേഷണം നടത്തിയത്. കണ്ണൂർ സെൻട്രൽ ജയിൽ അധികൃതർക്ക് ഏറെ നാണക്കേടുണ്ടാക്കിയ സംഭവത്തിൽ ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിലാണ് പ്രത്യേക സംഘം പ്രതിയെ വലയിലാക്കിയത്. 24 കണ്ണൂർ. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നൊരു വിവരം കൂടി പ്രേക്ഷകരെ അറിയിക്കാം. അത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് പിന്തുണ അറിയിക്കുന്നു കമൽനാഥ് എന്നുള്ളതാണ്. കമൽനാഥ് BJPയിലേക്ക് പോകും എന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമായി നിൽക്കുന്നതിനിടെ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കമൽനാഥിൻ്റെ ട്വീറ്റ് അത് ശ്രദ്ധേയമാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഇനി കായിക ലോകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം. സ്പോർട്സ് വാർത്തകൾ.
അവസരം കിട്ടിയാൽ മികച്ച പ്രകടനം നടത്താൻ ശ്രമിക്കുമെന്ന് മുംബൈ ഇന്ത്യൻസ് ടീമിലെ മലയാളി താരമായ സജന സജീവ് 24 പ്രതിനിധി അനിൽ വാസുദേവിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് സജനയുടെ പ്രതികരണം. ആ പ്രത്യേക അഭിമുഖത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇതിലേക്ക് വനിതാ പ്രീമിയർ ലീഗ് 2ാം സീസണിലേക്ക് എത്തുമ്പോൾ മലയാളികൾക്കും ഇരട്ടി സന്തോഷമാണ്. കാരണം ഇത്തവണ ഒന്നല്ല 2 താരങ്ങളാണ് ലീഗിൽ കളിക്കുന്നത്. മിന്നുമണിക്ക് പിന്നാലെ സജന സജീവ് മുംബൈ ഇന്ത്യൻസിനായി പാടുകെട്ടുന്നു. സജന സജീവ് 24-നൊപ്പം ചേരുകയാണ്. സജന, വളരെയധികം എക്സൈറ്റഡ് ആയിരിക്കും. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? ടീമിന്റെ കൂടെ ട്രാവൽ ചെയ്യുക, ടീമിന്റെ ഭാഗമാവാൻ പറ്റിയതിൽ തന്നെ വലിയ അഭിമാനമുണ്ട്. അതിനേക്കാൾ കുറച്ചുകൂടെ സന്തോഷം തരുന്ന കാര്യമാണ് മുംബൈ ഇന്ത്യൻസ് ടീമിന് വേണ്ടി ആ ലെവലിൽ കളിക്കുക എന്നുള്ളത്. 2 ഇതിഹാസ താരങ്ങളാണ് മുംബൈയുടെ പരിശീലക സംഘത്തിലുള്ളത്. ഷാർലറ്റ് എഡ്വേർഡ്സും ജുലൻ ഗോസ്വാമിയും. എന്തായിരുന്നു ഫസ്റ്റ് ടൈം അവിടെ ചെന്നപ്പോൾ, സജന ചെന്നപ്പോൾ ഈ 2 ലെജൻഡ്സ് അവർ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും പറഞ്ഞത്? അപ്പം എന്തായാലും നമുക്ക് ടെൻഷൻ ഉണ്ടാകും. കാരണം ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ ആദ്യമായിട്ടാണ് പോയിട്ട് ഇത്രയും ജുലൻഡീൻ്റെ മുമ്പിൽ അതേപോലെ ഷാലറ്റ് മാമിൻ്റെ മുമ്പിലൊക്കെ ബാറ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് നമ്മൾ നെർവസ് ആയിരിക്കും. ചില സമയത്ത് എനിക്ക് എന്താ പറയുക, ബാറ്റ് പിടിക്കാൻ തന്നെ മറന്നുപോയ അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ ഒരു ഫ്രീ ആയിട്ട് കളിച്ചോളാൻ പറയും. പിന്നെ ബോളിംഗ് ആണെങ്കിൽ ഒന്നും തിങ്ക് ചെയ്യേണ്ട, നിങ്ങൾ ക്രിക്കറ്റ് നിങ്ങൾക്ക് ടാലൻറ്റ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ എത്തിയത്. സോ അത് ജസ്റ്റ് എക്സ്പ്രസ് ചെയ്താൽ മതി. കൂടുതൽ ചിന്തിച്ചാൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മിന്നുമണിയും സജനയും ഒരേ നാട്ടുകാരാണ്. കേരള ടീമിനായി ദീർഘകാലം ഒരുമിച്ച് കളിച്ചവരാണ്. അപ്പോൾ ഇത്തവണ 2 ടീമിൻ്റെ ചേരിയിൽ 2 ചേരികളിലായി വരുമ്പോൾ എങ്ങനെയാണ്? ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആണോ അതോ എന്തെങ്കിലും ഈ ഒരു മത്സരത്തിൻ്റെ ഒരു വൈര്യം അത് കളത്തിൽ കാണാൻ സാധിക്കുമോ? മിന്നുവിനെതിരെ കളിക്കുന്നതിന് വലിയ എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം മിന്നു ഒബ്വിയസ്ലി അപ്പുറത്തുണ്ടെങ്കിൽ കൂടെ നമുക്ക് എന്താ 2 മലയാളികളാണല്ലോ. ഒരു മലയാളിക്ക് മറ്റൊരു മലയാളീനെ വേറൊരു പ്ലേസിൽ വെച്ച് കണ്ടുമുട്ടുമ്പോഴൊരു സന്തോഷം. അപ്പം ഞങ്ങൾ 2 പേരും ലെവലിൽ ഉണ്ടായിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. 2 പേർക്കും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റണം. അപ്പം അതിന് നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയെല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് ഈ ഒരു അവസരത്തിൽ പറയുന്നു. എന്തായാലും സജന ഫസ്റ്റ് 11-ൽ തന്നെ, പ്ലേയിങ് 11-ൽ തന്നെ ഇടം പിടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ടൂർണമെൻറ്റിൽ നന്നായി കളിക്കട്ടെ. ഒപ്പം തന്നെ ഇന്ത്യൻ ടീമിലേക്കുള്ള വഴിയും തുറക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. സജന സജീവുമായി അനിൽ വാസുദേവ് നടത്തിയ സംഭാഷണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി അടുത്ത റിപ്പോർട്ടിലേക്ക് കിടക്കാനുള്ള സമയമായിരിക്കുകയാണ്. എടവണ്ണയിലെ കൊടും ക്രൂരത. മലപ്പുറം എടവണ്ണപ്പാറയിൽ 17-കാരിയെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ കരാട്ടെ അധ്യാപകൻ സിദ്ദീഖ് അലിക്കെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തൽ. പ്രായപൂർത്തിയാവാത്ത നിരവധി കുട്ടികളെ ഇയാൾ ലൈംഗിക പീഡനത്തിനിരയാക്കി. കരാട്ടെ പരിശീലനത്തിന്റെ ഭാഗമാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ശരീരഭാഗങ്ങളിൽ സ്പർശിച്ചിരുന്നത് എന്നാണ് അതിജീവിതയുടെ വെളിപ്പെടുത്തൽ. 2022-21 ആ വർഷത്തിലാണ് ഞാനവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ ഞാനൊരു പരമഗുരു ആണെന്നും പരമഗുരുവിന് അർപ്പണ മനോഭാവമുള്ള കുട്ടികൾക്ക് മാത്രമേ പരമഗുരുവിൻ്റെ സാന്നിധ്യം ലഭിക്കുകയുള്ളൂ എന്നും പരമഗുരുവിൻ്റെ സാന്നിധ്യം ലഭിച്ചാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാനാവൂ എന്നും പറഞ്ഞു വിശ്വസിപ്പിച്ചു. എന്നതിനെ തുടർന്ന് ഞങ്ങളെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയായിരുന്നു. താൻ പരമഗുരുവാണെന്നും മനസ്സും ശരീരവും തനിക്ക് സമർപ്പിക്കണം, അല്ലാത്തവർ രക്ഷപ്പെടില്ലെന്നും കുട്ടികളെ വിശ്വസിപ്പിച്ചായിരുന്നു സിദ്ദീഖ് അലിയുടെ പീഡനം. പ്രായപൂർത്തിയാവാത്ത നിരവധി കുട്ടികൾ ഇത്തരത്തിൽ അതിക്രമം നേരിട്ടുവെന്ന് അതിജീവിത. കരാട്ടെ പഠിക്കാൻ വരുന്ന മറ്റുള്ള കുട്ടികൾക്കും ഇത്തരം അനുഭവം തന്നെ ഉണ്ടായതായിട്ട് താങ്കൾക്ക് അറിവുണ്ടോ? എല്ലാ കുട്ടികൾക്കും ഉണ്ട്. സിദ്ദീഖ് അലിക്കെതിരെ നേരത്തെ നൽകിയ പരാതിയിൽ നിന്ന് പിന്നാക്കം പോയത് ഭീഷണിയെ തുടർന്നാണെന്നും അതിജീവിത പറഞ്ഞു. സിദ്ദീഖ് അലി സാറിന്റെ ഭാഗത്തുള്ള വക്കീല് ഇപ്പച്ചിനെ ഭീഷണിപ്പെടുത്തിണ്ടായിരുന്നു. ഇപ്പച്ചിനോട് പറഞ്ഞു, നിങ്ങളുടെ മകൾ പുറത്ത് പഠിക്കുന്നതാണ്, ഇവന്റെ സിദ്ദീഖ് അലിന്റെ മകൻ വളർന്നു വരുന്നൊരു കുട്ടിയാണ്, പുറത്ത് പഠിക്കാൻ പോയി വീട്ടിലേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ പറയാൻ പറ്റൂല എന്ന് പറഞ്ഞു പനം ഭീഷണിപ്പെടുത്തിണ്ടായിരുന്നു. അറസ്റ്റിലായ പ്രതി മൊഴി മാറ്റിയതോടെ കുറ്റവിമുക്തനായിരുന്നു. 17-കാരിയുടെ മരണത്തിന് കാരണം സിദ്ദീഖ് അലിയാണെന്നും ഇയാളുടെ പീഡനം കാരണം കുട്ടി മാനസിക സമ്മർദ്ദം നേരിട്ടുവെന്നും കുട്ടിയുടെ കുടുംബം നൽകിയ പരാതിയിലാണ് സിദ്ദീഖ് അലി ഇപ്പോൾ അറസ്റ്റിലായത്. 24 മലപ്പുറം. ആലപ്പുഴ കാട്ടൂരിൽ 7-ാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കായിക അധ്യാപകൻ ക്രിസ്തുദാസ് അടക്കം 3 അധ്യാപകർക്ക് സസ്പെൻഷൻ. ആത്മഹത്യാ പ്രേരണ ഉണ്ടെങ്കിൽ കർശന നടപടിയെടുക്കുമെന്ന് ബാലാവകാശ കമ്മീഷൻ അറിയിച്ചു. ജില്ലാ പോലീസ് മേധാവിക്ക് വിശദമായ അന്വേഷണം നടത്താനും നിർദ്ദേശം നൽകി. കാട്ടൂർ ഹോളി ഫാമിലി വിസിറ്റേഷൻ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥി AM പ്രജിത്ത് കഴിഞ്ഞ 15-നാണ് വീട്ടിൽ തൂങ്ങി മരിച്ചത്. ക്ലാസ്സിൽ വൈകി എത്തിയതിനായിരുന്നു കായിക അധ്യാപകന്റെ ശിക്ഷാ നടപടി. ഇതിൽ മനം നൊന്ത് ജീവനൊടുക്കിയെന്നാണ് വീട്ടുകാരുടെ ആരോപണം. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് സ്കൂളിലെ 7 വിദ്യാർത്ഥികളുടെ മൊഴിയെടുത്തിരുന്നു. കായിക അധ്യാപകൻ ക്രിസ്തുദാസും ക്ലാസ് ടീച്ചറും ചേർന്ന് പ്രജിത്തിനെയും മറ്റൊരു വിദ്യാർത്ഥിയെയും ക്ലാസ്സിൽ നിന്ന് ഇറക്കി അടുത്ത മുറിയിൽ കൊണ്ടുപോയി ചൂരൽ കൊണ്ട് അടിച്ചെന്നാണ് വിദ്യാർത്ഥികളുടെ മൊഴി.
അന്ന് വീട്ടിലെത്തിയ പ്രജിത്ത് വൈകിട്ടോടെ വീടിനുള്ളിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കാനാണ് മണ്ണഞ്ചേരി പോലീസിന്റെ നീക്കം. ബാലാവകാശ കമ്മീഷൻ അംഗങ്ങൾ ഇന്നലെ പ്രജിത്തിന്റെ വീട്ടിലെത്തി തെളിവെടുത്തിരുന്നു. ചൈൽഡ് വെൽഫെയർ സൊസൈറ്റി ആരോപണ വിധേയരായ അധ്യാപകരുടെ മൊഴിയും എടുത്തു. 4 ദിവസങ്ങൾക്കുള്ളിൽ വിദ്യാഭ്യാസ സെക്രട്ടറിക്കും ബാലാവകാശ കമ്മീഷനും CWC റിപ്പോർട്ട് സമർപ്പിക്കും. 24 ആലപ്പുഴ. സംസ്ഥാനത്ത് ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതിൻ്റെ പുതിയ വിവരങ്ങൾ എന്താണ് എന്നുള്ള കാര്യം ഒരുപാട് പ്രേക്ഷകർ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് കടക്കുന്നത്. അതുകൊണ്ടാണ് ആ കമൻറ്റുകൾ നേരത്തെ വായിക്കാതിരുന്നത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും 9 ജില്ലകളിൽ ചൂട് കൂടും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. 2 മുതൽ 4 ഡിഗ്രി വരെ താപനില ഉയരും. ഈ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അലക്സ്, വിവരങ്ങൾ എന്താണ് അലക്സ്? ശ്രീജിത്ത, സംസ്ഥാനം ചുട്ടുപൊള്ളുന്നു. കൂടുതൽ ജില്ലകൾക്ക് താപനില മുന്നറിയിപ്പ് നൽകുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്നും നാളെയും 9 ജില്ലകളിൽ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കൊല്ലം, ആലപ്പുഴ, പാലക്കാട്, തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം, ആലപ്പുഴ, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാകട്ടെ കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കാനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പല ജില്ലകളിലും പല പ്രദേശങ്ങളിലും 36 37 ഡിഗ്രി സെൽഷ്യസും ഈ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളിലാകട്ടെ 38 ഡിഗ്രി സെൽഷ്യസ് പുറത്തൊക്കെ ചൂട് രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഈ ചൂടിങ്ങനെ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അതുപോലെ മറ്റു പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിക്കുന്നുണ്ട്. സൂര്യതാപത്തിനും സൂര്യാഘാതത്തിനും ഒക്കെ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിനാൽ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. പകൽ സമയത്ത് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. നിർജ്ജലീകരണം തടയാൻ ധാരാളം വെള്ളം കുടിക്കണം, വെള്ളം കരുതണം, അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കണം. തീപിടുത്തം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും ഒപ്പം ഈ മാലിന്യ നിക്ഷേപണ കേന്ദ്രത്തിനോട് അടുത്തൊക്കെ ഉള്ളവരൊക്കെ ജാഗ്രത പാലിക്കണം. അത്തരം കേന്ദ്രങ്ങളിൽ ഫയർ ഓഡിറ്റ് നടത്തി സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിക്കുന്നുണ്ട്. എന്താണെങ്കിലും ചൂട് അടുത്ത ദിവസങ്ങളിലും ഇങ്ങനെ കൂടി തന്നെ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന പ്രവചനം. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. എന്തായാലും സംസ്ഥാനത്ത് ചൂട് കൂടും, അതിൻ്റെ ഭാഗമായുള്ള ജാഗ്രത നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്ന മുന്നറിയിപ്പാണ് ഉണ്ടാവുന്നത്. ഖാലിദ് എന്ന് പറയുന്ന പ്രേക്ഷകൻ കുറിക്കുന്നത്, ഉപതെരഞ്ഞെടുപ്പ് ഫലം എന്തായി, അതിൻ്റെ വിവരങ്ങൾ നിങ്ങൾ മുക്കിയോ എന്നുള്ളതാണ് ഖാലിദ് ചോദിക്കുന്നത്. ഖാലിദിനും പ്രേക്ഷകർക്കുമൊക്കെ അറിയാം. നമ്മൾ ഈ വാർത്താ പരിപാടി തുടങ്ങിയത് തന്നെ ഉപതെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ നിന്നാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ LDF നേട്ടമുണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ വിവരങ്ങളിലാണ് നമ്മൾ തുടങ്ങിയത്. ഖാലിദ് അത് കാണാതെ പോയതായിരിക്കാം, അല്ലെങ്കിൽ വൈകി എത്തിയ പ്രേക്ഷകനായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു കമൻറ്റ് എന്ന് കരുതുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. രതീഷ് ബാബുവിനെ പോലുള്ള ആളുകൾ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്ന പ്രേക്ഷകരുണ്ട്. ഭക്ഷണം കഴിച്ചിട്ടില്ല. ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മുടെ ഈ ഗുഡ് ആഫ്റ്റർനൂണിൻ്റെ ടീമൊക്കെ ഭക്ഷണം കഴിക്കാനായി പോവുക. ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് സിന്ധു കേസിനെ പോലുള്ള പ്രേക്ഷകർ. വിപുലമായ ഒരുക്കങ്ങളാണോ 24 ഇത്തവണയും പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് അതിൻ്റെ കാഴ്ചകൾ, വിവരങ്ങൾ എത്തിക്കാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. വിപുലമായ ക്രമീകരണങ്ങൾ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അടുത്തത് ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. പൊങ്കാലയ്ക്കൊരുങ്ങി തലസ്ഥാനം. ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി 2 ദിവസം മാത്രമാണ്. തലസ്ഥാനത്ത് ഒരുക്കങ്ങളെല്ലാം അതിൻ്റെ അന്തിമഘട്ടത്തിലാണ്. ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാമെന്ന് തോന്നുന്നു. ക്ഷേത്ര പരിസരത്തും വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഞായറാഴ്ചയാണ് പൊങ്കാല. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനുള്ള കാത്തിരിപ്പിലാണ് ഭക്തർ. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തലസ്ഥാന നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. ഞായറാഴ്ചയാണ് പൊങ്കാല. വിപുലമായ ക്രമീകരണങ്ങളാണ് ക്ഷേത്ര പരിസരത്ത് ഒരുക്കിയിരിക്കുന്നത്. സുരക്ഷാ ചുമതലയ്ക്കായി 2 ബാച്ചുകളിലായി 2000-ലധികം പോലീസുകാരെ നിയോഗിക്കും. 2ാം ഘട്ട പോലീസിന്റെ വിന്യാസം ഇന്നും നാളെയുമായി പൂർത്തിയാകും. ആറ്റുകാൽ ക്ഷേത്രത്തിന് സമീപം പോലീസ് പ്രത്യേക കൺട്രോൾ റൂം ആരംഭിച്ചു. ക്ഷേത്ര പരിസരത്ത് ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ച് പോലീസ് പരിശോധന നടത്തും. അവധി ദിനമായതിനാൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഭക്തർ പൊങ്കാല അർപ്പിക്കാനായി ഇത്തവണ എത്തുമെന്നാണ് കണക്കുകൂട്ടൽ.
പൊങ്കാലയുമായി ബന്ധപ്പെട്ട് വിപുലമായ ക്രമീകരണങ്ങളാണ് ആരോഗ്യവകുപ്പ് ഒരുക്കിയിരിക്കുന്നത്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ കൺട്രോൾ റൂം ആറ്റുകാലിൽ സജ്ജമായിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തു നിന്നെത്തുന്ന ഭക്തർക്കായി റെയിൽവേയും KSRTCയും പ്രത്യേക സർവീസുകൾ നടത്തും. 24 തിരുവനന്തപുരം. ആറ്റുകാൽ പൊങ്കാല ദിവസം മതമൈത്രിയുടെ വലിയൊരു അധ്യായം കുറിക്കാനൊരുങ്ങുകയാണ് തലസ്ഥാന നഗരത്തിലെ ക്രിസ്ത്യൻ പള്ളികൾ. പൊങ്കാല ഞായറാഴ്ചയായതിനാൽ കുർബാനയുടെ സമയം മാറ്റിയാണ് നന്മയുടെ മാതൃക. ആറ്റുകാൽ പൊങ്കാല ദിനമായ ഞായറാഴ്ച നഗരത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങളുടെ സമീപത്തും പൊങ്കാല അടുപ്പുകൾ നിരക്കും. അതുകൊണ്ട് തന്നെ രാവിലത്തെ ആരാധനയുടെ സമയം മാറ്റിയിരിക്കുകയാണ് ക്രിസ്ത്യൻ പള്ളികൾ. ആരാധന സമയം മാറ്റി ആദ്യം മാതൃകയായത് പാളയം CSI ക്രൈസ്റ്റ് ചർച്ചാണ്. പിന്നാലെ സെന്റ് ജോസഫ്സ് കത്തീഡ്രൽ ദേവാലയവും സമയം മാറ്റി. ആറ്റുകാൽ പൊങ്കാലയോട് കഴിഞ്ഞ എല്ലാ വർഷങ്ങളും തന്നെയും വളരെ സൗഹാർദ്ദപരമായിട്ടുള്ളൊരു സമീപനത്തോടു കൂടിയാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത്. ആ രീതിയിൽ തന്നെ ഇത്തവണയും ഇവിടുത്തെ ഇടവക കൗൺസിലും അതുപോലെ ഞങ്ങളുടെ ജനറൽ ബോഡി യോഗങ്ങളിലൊക്കെ ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു. ചർച്ച ചെയ്തിട്ട് ഇവിടെ എത്തുന്ന വലിയൊരു ജനബാഹുല്യമുണ്ടല്ലോ, ഈ നഗരത്തിലെത്തുന്ന എല്ലാ പ്രദേശത്തു നിന്ന് ആൾക്കാർ ഇവിടെ ഒരുമിച്ച് കൂടുകയാണ്. അത്തരത്തിലുള്ള വലിയൊരു ഉത്സവം ഈ നഗരത്തിൽ നടക്കുമ്പോൾ അതിന് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു തീരുമാനമാണ് ഇടവക കൗൺസിലും അതുപോലെ തന്നെ BCC ജനറൽ ബോഡി യോഗമൊക്കെ എടുത്തത്. പൊങ്കാലയുമായി ബന്ധപ്പെട്ട ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ പലതരത്തിലാണ് ആരാധനാ സമയം ക്രമീകരിച്ചിട്ടുള്ളത്. സെന്റ് ജോസഫ് കത്തീഡ്രൽ പള്ളിയിൽ രാവിലെയും വൈകിട്ടുമുള്ള കുർബാന ഒഴിവാക്കി. CSI ക്രൈസ്റ്റ് ചർച്ചിൽ രാവിലത്തെ ആരാധന ഒഴിവാക്കി വൈകിട്ട് പൊതു ആരാധന നടത്തും. പുന്നൻ റോഡ് സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സിറിയൻ കത്തീഡ്രലിൽ ഞായറാഴ്ച ആരാധന ശനിയാഴ്ച വൈകിട്ട് നടത്തും. ആരാധനാ സമയം മാറ്റിയതിനു പുറമെ പള്ളിയുടെ സമീപ പ്രദേശങ്ങളിൽ പൊങ്കാല അർപ്പിക്കുന്ന ഭക്തർക്ക് അന്നേ ദിവസം ശീതളപാനീയവും ഒരുക്കിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നൊരു വിവരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഛത്തീസ്ഗഡിലെ സുഗ്മയിൽ രണ്ട് ഗ്രാമീണരെ നക്സലുകൾ കൊലപ്പെടുത്തി എന്നുള്ള വിവരം പുറത്തുവരികയാണ്. ചിന്തഫുബ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കഖേർ ദുൽഖെദ് ഗ്രാമത്തിലാണ് സംഭവമുണ്ടായത്. പോലീസിന് വിവരം ചോർത്തി നൽകി എന്നാരോപിച്ചുകൊണ്ടാണ് കൊല. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? ബൽറാം. റിജിത്ത്, അതിദാരുണമായ സംഭവമാണ് ഛത്തീസ്ഗഡിലെ സുഗ്മയിൽ സംഭവിച്ചിരിക്കുന്നത്. പോലീസിന് നക്സലൈറ്റുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്തി നൽകുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് രണ്ട് ഗ്രാമവാസികളെ മാവോയിസ്റ്റുകൾ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് ഈ സംഭവം പോലീസ് അറിയുന്നത്. തുടർന്ന് സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റിയതായി സുഗ്മ പോലീസ് അറിയിച്ചിട്ടുണ്ട്. ചിന്തഗുഫ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന കഹേർ ദുൽഹെദ് ഗ്രാമത്തിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. സോദി ഹങ്ക, മാധ്വി നന്ദ എന്നീ രണ്ട് ഗ്രാമീണരാണ് ഈ മാവോയിസ്റ്റുകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇവർ പോലീസുകാരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് എന്നാണ് മാവോയിസ്റ്റുകളുടെ ആരോപണം. ഇത്തരത്തിൽ തങ്ങളുടെ നീക്കം പോലീസിനെ അറിയിക്കുന്നു എന്നും ആരോപിച്ചാണ് ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം മാവോയിസ്റ്റുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ജനുവരി 30-ന് ഈ പ്രദേശത്തുണ്ടായ ഏറ്റുമുട്ടലിൽ 4 പേർ കൊല്ലപ്പെടുകയും 14 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതേസമയം മാവോയിസ്റ്റ് വിരുദ്ധ നീക്കം സുഗ്മ അടക്കമുള്ള മേഖലകളിൽ സജീവമാക്കിയിട്ടുണ്ട് കേന്ദ്രസേനയും പോലീസും. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ നവംബർ മുതൽ ഇതുവരെ 14ഓളം ക്യാമ്പുകൾ ഈ മേഖലയിൽ തുറന്നിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെ മാവോയിസ്റ്റുകളുടെ നീക്കം തടസ്സപ്പെടുകയും അത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നതിന് ഇവർക്ക് തടസ്സമാവുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു പ്രതികാര നടപടിയുടെ ഭാഗമായി 2 ഗ്രാമീണരെ മാവോയിസ്റ്റുകൾ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയായിരുന്നു. ബൽറാം തുടരുക. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ബൽറാം നെടുങ്ങാടി നമുക്ക് വേണ്ടി പങ്കുവയ്ക്കും. അമിത്ഷായ്ക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടിയുണ്ടാകുന്നു. ഹർജി ജാർഖണ്ഡ് ഹൈക്കോടതി തള്ളി എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ബൽറാം നെടുങ്ങാടിയല്ല, ആർ രാധാകൃഷ്ണനാണ് അതിന്റെ വിവരങ്ങൾ നമുക്ക് വേണ്ടി പങ്കുവയ്ക്കുക. ആർക്കെ വിവരങ്ങൾ എന്താണ്? ആർക്കെ ഇത് തീരുമാനം വന്നിരിക്കുന്നത് ജാർഖണ്ഡ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നാണ്. ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ രാഹുൽ ഗാന്ധി ഒരു ക്വാഷിംഗ് പെറ്റീഷൻ നൽകിയിരുന്നു. തനിക്കെതിരായിട്ടുള്ള ക്രിമിനൽ മാനനഷ്ട നടപടികൾ അത് നിർത്തിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ നടപടി. BJP നേതാവായിട്ടുള്ള നവീൻ ഝാ സമർപ്പിച്ച കേസിൽ, മാനനഷ്ട കേസിലാണ് ഈ ആവശ്യം രാഹുൽ ഗാന്ധി ഉന്നയിച്ച് ഹൈക്കോടതിയെ സമീപിച്ചത്. രാഹുൽ ഗാന്ധി തന്റെ ഭാഗം വിശദീകരിച്ചത് ഇത് ഒരു തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിന്റെ ഭാഗമായി 2018 താൻ നടത്തിയതാണ്. അത് നടത്തിയത് കർണാടകയിലാണ്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ജാർഖണ്ഡിൽ മറ്റൊരു കേസ് നടപടികൾ അതൊന്നും തുടരുന്നത് നിയമത്തിന്റെ താല്പര്യങ്ങൾക്ക് ഉചിതമല്ല എന്ന ആവശ്യമായിരുന്നു അദ്ദേഹം ഉന്നയിച്ചത്.
പക്ഷേ കോടതി ആ നിലപാടിനെ അംഗീകരിച്ചില്ല. ഇതിൽ ഈ ഓൺലൈൻ ഡിഫമേഷൻ അത് കാണുന്ന സ്ഥലത്താണ് അതിന്റെ ഡെഫമേഷൻ ഫയൽ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ നടപടികൾ രാഹുൽ ഗാന്ധി നേരിട്ടേ മതിയാകൂ. വിചാരണയ്ക്ക് അനുബന്ധമായി കോടതിയിൽ കാര്യങ്ങൾ അടക്കമുള്ളവ ഉന്നയിക്കാമെന്നും ജസ്റ്റിസ് അംബുജ്നാഥ് അദ്ദേഹത്തിന്റെ ഉത്തരവിൽ വ്യക്തമാക്കി. ശരി, ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കമന്റ് ബോക്സിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. വിഷ്ണു എന്ന് പറയുന്ന പ്രേക്ഷകൻ ചോദിക്കുന്നത് അരിക്കൊമ്പനെ ഒന്ന് കാണിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അരിക്കൊമ്പനുമായി ബന്ധപ്പെട്ടുള്ള പുതിയ ദൃശ്യങ്ങളൊന്നും സമീപകാലത്ത് പുറത്തു വന്നിട്ടില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അരിക്കൊമ്പൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൽ അരിക്കൊമ്പൻ സുഖമായിരിക്കുന്നു എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ വ്യക്തവുമായിരുന്നു. സജീഷ് കണ്ണൂർ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടുന്നത് കുറച്ച് ദിവസം മുമ്പ് കേരളത്തിലെ ധനപ്രതിസന്ധിയെപ്പറ്റി കേന്ദ്രവുമായി ചർച്ച നടന്നിരുന്നല്ലോ. അതിൻ്റെ തുടർന്നുള്ള വാർത്തകൾ എന്താണെന്നുള്ളതാണ്. ആ ചർച്ച പരാജയമായതോടുകൂടി നിയമപരമായ പോരാട്ടം തുടരുക എന്ന തീരുമാനത്തിലേക്കാണ് കേരളം പിന്നീട് എത്തിയത്. എന്തായാലും അത് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു പുരോഗതി. ആശ എന്ന് പറയുന്ന പ്രേക്ഷക ഒരുപാട് തവണ മെസ്സേജ് അയച്ചിട്ടും ഒന്നുപോലും വായിച്ചില്ല എന്നുള്ള പരാതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആശ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ്. സ്ഥിരമായി ഈ പരിപാടി കാണുകയും വാർത്തകളുമായി ബന്ധപ്പെട്ട് കമൻറ്റുകൾ അറിയിക്കുകയും ചെയ്യുന്നൊരു ആളാണ്. ഹാഷ്മി എവിടെ പോയി എന്നുള്ള ചോദ്യം അനിൽ കൊല്ലങ്കോടിനെ പോലുള്ള പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. ഹാഷ്മി ഇന്നില്ല, നാളെ ഈ പരിപാടിയുമായി എത്തും. അങ്ങനെ വിവിധ കമൻറ്റുകൾ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അടുത്ത റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുന്നു. സീറ്റ് വിഭജനം എത്രയും വേഗം പൂർത്തിയാക്കാൻ നീക്കവുമായി ഇന്ത്യ സഖ്യം. ജമ്മുകശ്മീരിൽ നാഷണൽ കോൺഫറൻസിന് 3 സീറ്റുകൾ കോൺഗ്രസ് വാഗ്ദാനം ചെയ്തു. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസുമായി വീണ്ടും ചർച്ചകൾ തുടങ്ങി. മഹാരാഷ്ട്രയിലെ തർക്കം ഉടൻ പരിഹരിക്കാനുള്ള നീക്കങ്ങളും സജീവമാണ്. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുമായും ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുമായും സീറ്റ് ധാരണ പൂർത്തിയാക്കിയതിന്റെ ആശ്വാസത്തിലാണ് ഇന്ത്യ മുന്നണി. മറ്റിടങ്ങളിൽ കൂടി എത്രയും വേഗം ചർച്ചകൾ പൂർത്തിയാക്കി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനാണ് നീക്കം. ജമ്മു കശ്മീരിലെ 6 സീറ്റുകളിൽ നാഷണൽ കോൺഫറൻസിന് 3 സീറ്റുകൾ കോൺഗ്രസ് വാഗ്ദാനം ചെയ്തു. 3 സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കും. ഒമർ അബ്ദുള്ളയുമായി നടത്തുന്ന ചർച്ചയ്ക്ക് ശേഷം പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് വിവരം. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസുമായി കോൺഗ്രസ് വീണ്ടും ചർച്ചകൾ ആരംഭിച്ചു. ഡാർജിലിംഗ്, മാൾഡ നോർത്ത്, റായ്ഗഞ്ച് അടക്കം 5 സീറ്റുകളാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. എന്നാൽ നിലവിൽ കൈവശമുള്ള ബേരംപൂർ, മാൾഡ സൗത്ത് എന്നിവയ്ക്ക് പുറമെ 1 സീറ്റ് കൂടി ലഭിച്ചാൽ കോൺഗ്രസ് തൃപ്തിപ്പെട്ടേക്കും. അതേസമയം നിയമസഭയിൽ 1 സീറ്റ് പോലുമില്ലാത്ത കോൺഗ്രസിന് 3ാമതൊരു സീറ്റ് നൽകാൻ വിദൂര സാധ്യത പോലും ഇല്ലെന്നാണ് തൃണമൂൽ നിലപാട്. മുംബൈയിലെ 2 സീറ്റുകൾ അടക്കം 8 സീറ്റുകളിലെ പ്രതിസന്ധി പരിഹരിക്കാൻ രാഹുൽ ഗാന്ധി ശിവസേന തലവൻ ഉദ്ധവ് താക്കറെയുമായി നേരിട്ട് ചർച്ചകൾ ആരംഭിച്ചു. 24 ഡൽഹി. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ 12 വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ. ആത്മഹത്യ ചെയ്ത നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥ് ക്രൂരമർദ്ദനത്തിനിരയായെന്ന് ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തൽ. സിദ്ധാർത്ഥിന്റെ മൃതദേഹത്തിൽ 2 ദിവസത്തോളം പഴക്കമുള്ള പരിക്കുകളുമുണ്ട്. സിദ്ധാർത്ഥിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് ലഭിച്ചേക്കും. ഉത്സവത്തിൽ പങ്കെടുക്കാൻ ഈ മാസം 15-ന് വയനാട്ടിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചതാണ് സിദ്ധാർത്ഥ്. 16-ന് പുലർച്ചെ അമ്മ വിളിച്ചപ്പോൾ എറണാകുളത്തിറങ്ങി കോളേജിലേക്ക് മടങ്ങിയെന്നായിരുന്നു മറുപടി. 18-ന് ഉച്ചയോടെ നെടുമങ്ങാട് വിനോദ് നഗറിലെ വീട്ടിലേക്ക് മരണവാർത്തയെത്തി. പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഞാൻ തിരികെ പോയിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഫോൺ ഇടയ്ക്ക് ഓഫായിരുന്നു, ഞാൻ എപ്പം ചാർജ് ചെയ്തിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്തോ തിരികെ പോകുന്നത് എറണാകുളത്ത് എത്തിയപ്പോൾ എന്നെ അവിടുന്ന് വിളിച്ചിട്ടൊരു സർട്ടിഫിക്കറ്റ് എന്തോ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരികെ പോകുന്നു എന്ന് പറഞ്ഞു. അവൻ എന്തായാലും സ്വന്തമായിട്ട് എന്തായിരുന്നാലും ചെയ്യാനുള്ള ധൈര്യം ഇല്ല അവന്. ഒന്നിനെന്തോ അവന് ഭയങ്കര പേടിയാണ്. സിദ്ധാർത്ഥിന് സഹപാഠികളിൽ നിന്ന് ക്രൂരമർദ്ദനമേറ്റതായി പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. മൃതദേഹത്തിൽ 2 ദിവസത്തോളം പഴക്കമുള്ള പരിക്കുകളുമുണ്ട്. സിദ്ധാർത്ഥ് റാഗിങ്ങിനിരയായെന്നാണ് ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെയും കണ്ടെത്തൽ. സംഭവത്തിൽ 12 വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് പുറത്താക്കി. കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇതിന് എല്ലാ വിധത്തിലും വളം വെച്ച് സഹകരിച്ചു കൊടുക്കുക എന്നല്ലാതെ യാതൊരു തരത്തിലും നടപടിയെടുത്ത് മുമ്പോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. KSU വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ ഇന്ന് ഈ DGPക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. മരണത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് മാതാവ് മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന ഒരു വിവരം കൂടി പ്രേക്ഷകരെ അറിയിക്കാം. അത് കൊയിലാണ്ടിയിലെ സത്യനാഥ് കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കും എന്ന് പോലീസ് വ്യക്തമാക്കുകയാണ്. ഇന്ന് തെളിവെടുപ്പിന് സാധ്യതയില്ല. വൈകിട്ടോടുകൂടി പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് പോലീസ് അതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത്. മറ്റൊന്ന് ബൈജു രവീന്ദ്രന് തിരിച്ചടി എന്നുള്ള വിവരമാണ്. ബൈജൂസിനെതിരെ നിക്ഷേപകർ ദേശീയ കമ്പനി നിയമ ട്രൈബ്യൂണലിനെ സമീപിച്ചിരിക്കുന്നു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്.
അടുത്ത റിപ്പോർട്ടിലേക്ക് കടന്നാൽ ഭരണ തുടർച്ച ഏത് പാർട്ടിക്കും അപജയമുണ്ടാക്കുമെന്ന് പറയുന്നു സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ. 24-ന്റെ ഫയറിംഗ് ലൈൻ വിത്ത് KR ഗോപികൃഷ്ണൻ എന്ന പരിപാടിയിലാണ് പ്രതികരണം. മുഖ്യമന്ത്രിയായാലും മന്ത്രിയായാലും ജനാധിപത്യ മര്യാദകൾ പാലിക്കണം. MT വാസുദേവൻ നായർ കോഴിക്കോട് പറഞ്ഞത് എല്ലാ കാലത്തും പ്രസക്തിയുള്ള കാര്യമാണെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. ഏത് രാഷ്ട്രീയ പാർട്ടിയും കറപ്റ്റ് ചെയ്യും എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ട്? തീർച്ചയായും ഉണ്ട്. ആ അപകട സാധ്യത വളരെയധികം ഉണ്ട്. ആ അപകട സാധ്യത നാം ധാരാളം കണ്ടു. അത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് നാം കണ്ടു, നാം ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് കണ്ടു. അവിടെയെല്ലാം തന്നെ തുടർച്ചയായ അധികാരം പാർട്ടികളെ ദുഷിപ്പിക്കുന്നതും പാർട്ടിയിൽ അതിനോടുള്ള അതിൻ്റെ പ്രത്യയശാസ്ത്രവുമായി യാതൊരു പ്രതിജ്ഞാബദ്ധതയും ഇല്ലാത്ത ആളുകൾ കടന്നു വരുന്നതും അവർ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പാർട്ടിയെ ഉപയോഗിക്കുന്നതും നാം കണ്ടു. ബംഗാളിലെ ഗ്രാമങ്ങളിൽ പോലും സഞ്ചരിച്ചിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് തന്നെയാണ് ഞാനിത് പറയുന്നത് കണ്ടു. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ജാഗ്രത പുലർത്തണം എന്ന ഒരു താക്കീതാണ് വാസ്തവത്തിൽ അതിലുള്ളത്. ഒരു പകുതി ലാഘവത്തോടെ എന്നാൽ പകുതി ഗൗരവത്തോടെ പറഞ്ഞ ഒരു കാര്യമാണത്. ജനാധിപത്യത്തിൽ ഏത് മുഖ്യമന്ത്രിയായാലും മന്ത്രിമാരായാലും ജനാധിപത്യപരമായി ജനാധിപത്യത്തിൻ്റെ മര്യാദകൾക്കനുസരിച്ച് പെരുമാറണം എന്നൊരു പ്രാഥമികമായ കാര്യമാണ്. സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട് കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പരസ്യ പ്രതികരണം അനാവശ്യമായിരുന്നുവെന്നും കെ സച്ചിദാനന്ദൻ പറഞ്ഞു. വിമർശനം മാധ്യമശ്രദ്ധയ്ക്ക് വേണ്ടിയാണോ എന്നറിയില്ല. ശ്രീകുമാരൻ തമ്പി പ്രതിഭയുള്ള ആളാണെന്നും അനാദരവില്ല എന്നും കെ സച്ചിദാനന്ദൻ പറയുന്നു. കേരള ഗാനത്തിന് രചനകൾ ക്ഷണിച്ചുകൊണ്ട് വീണ്ടും പരസ്യം ചെയ്യാനാണ് സമിതിയുടെ തീരുമാനം. അടിക്കടി ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ, അതിപ്പോൾ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ യാത്രാപ്പടി സംബന്ധിച്ചായാലും അതല്ല ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ കേരള ഗാന വിഷയമായാലും വിവാദങ്ങൾ ഒന്നിനു പുറകെ ആയി വന്നു. താങ്കൾ പ്രതിസ്ഥാനത്ത് വരികയും ചെയ്തു. മാനസികമായി താങ്കൾ അത് ബാധിച്ചു? ഒരർത്ഥത്തിൽ പ്രത്യേകിച്ചും ബാലചന്ദ്രൻ അതൊരു പൊതുപ്രസ്താവനയാക്കി മാറ്റിയത് വ്യക്തിപരമായി എന്നെ വളരെയധികം വേദനിപ്പിച്ചു എന്നത് ശരിയാണ്. കാരണം എനിക്ക് സഹോദര തുല്യനായ ഒരാളാണ് ബാലചന്ദ്രൻ. അത് മാധ്യമ ശ്രദ്ധ ലഭിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമമായിരുന്നോ മറ്റെന്തെങ്കിലും ആയിരുന്നോ എന്ന് എനിക്കറിഞ്ഞുകൂടും. CPIM നേതാവ് സത്യനാഥ് കൊലപാതക കേസിൽ അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. അതിന്റെ വിവരം നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. വൈകിട്ടോടെ പ്രതി അഭിലാഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കും. ആയുധം കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണ്. ഇന്ന് തെളിവെടുപ്പിന് സാധ്യതയില്ല എന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. സമീർ C. മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. സമീർ, വിവരങ്ങൾ. സമീർ. റിജിത്ത്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആഴത്തിലുള്ള മുറിവാണ് സത്യനാഥിന്റെ ദേഹത്ത് ഉള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ എന്ത് ആയുധം ഉപയോഗിച്ചാണ് പ്രതി കൊലപ്പെടുത്തിയത് എന്ന് സംബന്ധിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പ്രതി ആയുധം സംബന്ധിച്ച് ഇതുവരെയും പോലീസിന് മൊഴി നൽകിയിട്ടുമില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണോ എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് ഇത്ര ആഴത്തിലുള്ള മുറിവേൽപ്പിക്കുക വലിയ ബുദ്ധിമുട്ടാണ്. അത്തരത്തിലുള്ള ഒരു സാധ്യത എന്നാൽ പോലീസ് തള്ളിക്കളയുന്നുമില്ല. ആ ഒരു സാഹചര്യത്തിലാണ് എന്ത് ആയുധം ഉപയോഗിച്ചാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് കണ്ടെത്താൻ വേണ്ടിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിരിക്കുന്നത്. പ്രതിയുമായി ബന്ധപ്പെട്ട് പ്രതിയിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ ഇതുവരെയും പോലീസ് ലഭിച്ചിട്ടില്ല എന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ കേസ് വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു കേസാണ്. കൊല്ലപ്പെട്ടിരിക്കുന്നത് CPIMന്റെ നേതാവാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. കോഴിക്കോട് റൂറൽ SP നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് വിപുലമായ അന്വേഷണമായിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. നിലവിൽ അഭിലാഷ് എന്ന ചെറുവട്ടൂർ സ്വദേശി മാത്രമാണ് കേസിലെ പ്രതി. എന്നാൽ മറ്റ് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സഹായമോ ആരുടെയെങ്കിലും മറ്റേ പ്രചോദനമോ ഇത്തരത്തിലുള്ള ഈ സംഭവത്തിന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. അത്തരം ഒരു ആരോപണം CPIM മുന്നോട്ട് വെക്കുന്നുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വിപുലമായിട്ടുള്ള ഒരു അന്വേഷണം വേണം എന്നുള്ള ഒരു പശ്ചാത്തലത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരൊക്കെയാണ് ഈ അന്വേഷണ സംഘത്തിൽ ഉണ്ടാവുക എന്നത് സംബന്ധിച്ചുള്ള തീരുമാനം വരുന്നതേ ഉള്ളൂ. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ നിലവിൽ തീരുമാനമായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുമുണ്ട്. ഇപ്പോൾ ഈ സംഭവത്തിൽ പ്രതിയുടെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തും. ഇന്നലെ രാത്രി 10 മണിയോട് കൂടിയാണ് ഈ ഒരു കൊലപാതകം ഉണ്ടായത്. രാത്രി 10 മണിയോടുകൂടെ ചെറുവട്ടൂരിലെ ക്ഷേത്രാങ്കണത്തിൽ വെച്ചുകൊണ്ടായിരുന്നു കൊലപാതകം. ആ 10 മണിയോടുകൂടെ ഉണ്ടായ സംഭവത്തിൽ അതിനുശേഷമാണ് പ്രതി പോലീസ് സ്റ്റേഷനിലെത്തിക്കൊണ്ട് കീഴടങ്ങുന്ന ഘട്ടമുണ്ടായത്. അതിനുശേഷം ഇപ്പോൾ സമയം ഏറെ പിന്നിടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്നതിന് പരിമിതിയുണ്ട്. അതിനാൽ തന്നെ വൈകാതെ തന്നെ വേഗത്തിൽ ഈ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. ഉടൻ തന്നെ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കുകയും ചെയ്യും. ഇന്ന് തെളിവെടുപ്പിനുള്ള ഒരു സാധ്യത കാണുന്നില്ല എന്ന കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കാരണം ഉദ്യോഗസ്ഥരെല്ലാം ഇതുമായി ബന്ധപ്പെട്ട ഇൻക്വസ്റ്റ് നടപടികളിലും ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളുമായിരുന്നു. കൂടാതെ ഇന്ന് ഈ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ CPIM ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ്. കൊയിലാണ്ടി നഗരസഭാ പരിധിയിലും കൂടാതെ 4 പഞ്ചായത്തുകളിലും
ഹർത്താൽ പുരോഗമിക്കുന്നുമുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ സുരക്ഷ ഒരുക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. വിവിധയിടങ്ങളിൽ പൊതുദർശനമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് തെളിവെടുപ്പിനുള്ള സാധ്യതയില്ല എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ശരി, സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകുകയായിരുന്നു. സത്യനാഥിന്റെ മൃതദേഹവുമായുള്ള വിലാപയാത്ര തുടങ്ങിയിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ അന്തിമോപചാരം അർപ്പിക്കുന്നുണ്ട് പാർട്ടിയുടെ പ്രവർത്തകർ. മൃതദേഹം 5 മണിക്ക് സത്യനാഥിന്റെ വീട്ടിലെത്തിക്കും. 8 മണിക്ക് സംസ്കാരം വീട്ടുവളപ്പിൽ നടക്കും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരം. എന്തായാലും 1.5 മണിക്കൂർ ദൈർഘ്യത്തിലുള്ള നമ്മുടെ വാർത്തായാത്ര ഇവിടെ പൂർത്തിയാവുകയാണ്. ഗുഡ് ആഫ്റ്റർനൂണിന്റെ സമയം പൂർത്തിയാവുകയാണ്.